السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. باب تحريم مطل الغني بحق طلبه صاحبه. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, റിയാദുസ് സാലിഹീനിൽ വിരോധിക്കപ്പെട്ട കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചർച്ച ചെയ്യുന്ന അധ്യായങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ നമ്മുടെ അവസരത്തിലൂടെ ജന്തുക്കളോടും മനുഷ്യരോടും എല്ലാവരോടും ഏറെ കരുണ കാണിക്കണമെന്നും അവയെ ഉപദ്രവിക്കുന്നതും പീഡിപ്പിക്കുന്നതും അതുപോലെ തന്നെ അവയോട് അനീതി കാണിക്കുന്നതുമൊക്കെ മഹാപാതകമാണ് എന്ന് മനസ്സിലാക്കി തരുന്ന ഹദീസുകളായിരുന്നു നമ്മൾ പഠിച്ചതും മനസ്സിലാക്കിയത്. സാമ്പത്തികമായി ഇടപാടുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കാര്യങ്ങളിലേക്കാണ് ഇന്ന് ഈ അധ്യായം നമ്മുടെ ശ്രദ്ധ ക്ഷണിച്ചിട്ടുള്ളത്. ബാബു തഹരീമി, ഹറാമാണ് എന്ന് പറയുന്നതിനെ സംബന്ധിച്ചുള്ള അധ്യായം. തഹരീം നമുക്കെല്ലാവർക്കും അറിയാം, ഹറാമാണ്. മത്ലുൽ ഗനിയ്യി, കഴിവുള്ളവൻ സ്വീപ്പാക്കുക. മത്ല് എന്ന് പറഞ്ഞാൽ ശരിക്ക് നാടൻ മലയാളത്തിൽ പറയുകയാണെങ്കിൽ സ്വീപ്പാക്കുക. അതായത് സാമ്പത്തികമായിട്ട് കടം വാങ്ങുന്നു, കടം വാങ്ങിയിട്ട് അത് ചോദിക്കുമ്പോൾ അങ്ങനെ പിന്നെ തരാ, നാളെ തരാ, 1-ാം തീയതി തരാ, 10-ാം തീയതി തരാ എന്ന് പറഞ്ഞിട്ടിങ്ങനെ സ്വീപ്പാക്കുക. ആളിട്ടിങ്ങനെ വട്ടം കറക്കുന്നതിനാണ്, നീട്ടി കൊണ്ടുപോകുന്നതിനാണ് എന്ത് പറയുക, മത്ല് എന്ന് പറയുക. അത് മത്ലുൽ ഗനിയ്യി, അതാണ് കുറ്റകരമാകുന്നത്. ഗനിയ്യ് എന്ന് പറയുമ്പോൾ അതിന് കഴിവുള്ള ആളാണ്, അയാൾക്ക് കൃത്യസമയത്ത് അത് കൊടുത്തു വീട്ടാനുള്ള കഴിവുണ്ട്. അതാണ് ഗനിയ്യ്. കഴിവുണ്ടായിട്ടും ഇട്ട് നീട്ടി കളിപ്പിക്കുന്നത് നിഷിദ്ധമാണ്. എന്ത്? ബിഹഖി ത്വലബിഹി, ഒരാൾ തൻ്റെ ഹക്ക് ആവശ്യപ്പെടുകയാണ് സാഹിബഹു, തൻ്റെ കൂട്ടുകാരനോട്. അഥവാ താൻ സാമ്പത്തികമായി ഇടപാട് നടത്തിയിട്ടുള്ള, കടം കൊടുത്തിട്ടുള്ള വ്യക്തിയോട് സമയമായ ഘട്ടത്തിൽ അത് തിരിച്ചു ചോദിക്കുമ്പോൾ അതിങ്ങനെ സമയത്ത് നൽകാതെ നീട്ടി കൊണ്ടുപോയി ആളെ സ്വീപ്പാക്കുന്ന, ഇടങ്ങേറാക്കുന്ന ആ പ്രവൃത്തി നിഷിദ്ധമാണ്. ഇതാണ് ഈ അധ്യായത്തിൻ്റെ അർത്ഥം. ബാബു തഹരീമി മത്ലുൽ ഗനിയ്യി ബിഹഖി ത്വലബിഹി സാഹിബഹു. ആദ്യം തന്നെ 2 ആയത്തുകൾ സമാനമായി ഉപോത്ബലകമായത് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി നൽകിയിരിക്കുകയാണ്. ഖാല അല്ലാഹു തആല, ഒന്ന് സൂറത്തുൻ നിസായിലെ 58-ാമത്തെ ആയത്താണ്. ഇന്നല്ലാഹ യഅ്മുറുകും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ. ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു, യഅ്മുറുകും, നിങ്ങളോട് കൽപ്പിക്കുന്നു. നിർബന്ധമാണപ്പോൾ, അല്ലാഹു കൽപ്പിക്കുന്നു നിങ്ങളോട്, അൻ തുഅദ്ദു, നിങ്ങൾ കൊടുത്തു വിട്ടണമെന്ന്, അൽ അമാനാത്തി, അമാനത്തുകൾ. അൽ അമാനാത്ത് എന്ന് പറയുമ്പോൾ എല്ലാ അമാനത്തുകളും അതിൽ പെട്ടുകഴിഞ്ഞു. അതൊക്കെ നിങ്ങൾ നിർവഹിക്കണം, ഇലാ അഹ്ലിഹാ, അതിൻ്റേതായ അവകാശികൾക്ക്. അപ്പോൾ അതിൽ കടം വാങ്ങിയത് വരും, അതുപോലെ തന്നെ ശമ്പളം നൽകാൻ അവധിയെത്തിയിട്ട് കൊടുക്കാതെ അതിൽ നീട്ടിയിടുന്നത് വരും. ഏതെല്ലാം അമാനത്തുകൾ ഒരാളോട് നിർവഹിക്കുവാൻ ഒരാൾക്ക് കടമയുണ്ടോ അതൊക്കെ നിർവഹിക്കുന്നത് നിർബന്ധമാണ് എന്ന് വിശാലമായ അർത്ഥം ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പോൾ അമാനത്തുകളുടെ ഗൗരവം സൂചിപ്പിക്കുന്ന കാര്യമാണ് ഇവിടെ ഒന്നാമതായി എടുത്ത് പറഞ്ഞത്. ഇനി രണ്ടാമത് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തെളിവായി നൽകിയത് വിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ അധ്യായമാണല്ലോ സൂറത്തുൽ ബഖറ. ആ സൂറത്തുൽ ബഖറയിലെ ഏറ്റവും വലിയ ആയത്തെന്നറിയപ്പെടുന്ന നീളം കൂടിയ ആയത്താണ് ഏത്? ആയത്തു ദൈൻ. ദൈൻ എന്ന് പറഞ്ഞാൽ കടം ഇടപാട് നടത്തുന്നതിൻ്റെ നിയമങ്ങൾ വിശാലമായി വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഒരു 1.5 പേജോളമുള്ള നിയമങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളതാണ് കടബാധ്യതയുടെ, കടത്തിൻ്റെതായ നിയമങ്ങൾ. അവിടെ ആ വിശാലമായ നീണ്ട ആയത്തിൽ 283-ാമത്തെ സൂക്തത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, ഫഇൻ അമിന ബഅദുകും ബഅദൻ ഫൽയുഅദ്ദില്ലദി ഉതുമിന അമാനത. ഫഇൻ അമിന ബഅദുകും ബഅദൻ ഫൽയുഅദ്ദില്ലദി
ഉത്തുമിന ഫഇൻ അമിന ബഅദുക്കും, നിങ്ങളിൽ ഒരാൾ വിശ്വസിച്ചാൽ, ബാലൻ ചിലരെ വേറെ വിശ്വസിച്ചിട്ടാണല്ലോ ഒരു അമാനത്തെ ഏൽപ്പിക്കുന്നത്. ഒരു കാര്യം, ഒരു വസ്തു, അല്ലെങ്കിൽ ഒരു വാക്ക്, അല്ലെങ്കിൽ ഒരു സ്വകാര്യം, അതൊക്കെ അമാനത്തിൻ്റെ കാര്യത്തിൽ വരും. ഇവിടെ പറയുന്നത് കടമിടപാടിനെ സംബന്ധിച്ച് തന്നെയാണ്. ഫൽയുഅദ്ദില്ലദി ഉത്തുമിന അമാനതഹു, അമാനത്ത് ഏറ്റെടുത്തയാൾ അത് കൃത്യമായി നിർവഹിക്കുക തന്നെ വേണം. കടത്തെ സംബന്ധിച്ച ആ വചനത്തിൽ വളരെ വിശാലമായിട്ടാണല്ലോ അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, ഇദാ തദായൻതും ബിദൈനിൻ ഇലാ അജലിൻ മുസമ്മൻ ഫക്തുബൂഹു, നിങ്ങൾ എഴുതി വെക്കണം. കടം വാങ്ങുകയാണെങ്കിൽ, കടം കൊടുക്കുകയാണെങ്കിലൊക്കെ നിങ്ങൾ എഴുതി വെക്കണം. എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഒക്കെ എഴുതി വെക്കണം. അതിലൊന്നും നിങ്ങൾ മടി കാണിക്കരുത് എന്നൊക്കെയാണല്ലോ ആയത്തുദ്ദൈൻ, കടത്തിൻ്റെ ആയത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന ആ വിശാലമായ ആയത്തിലുള്ളത്. അതിൻ്റെ ഇടയിലുള്ളൊരു ഭാഗമാണ് ഇപ്പോൾ നമ്മൾ ഈ കേട്ടത്. അപ്പോൾ ഈ രണ്ട് ആയത്തുകളും, ഒന്ന് അമാനത്തിൻ്റെ കാര്യം, മറ്റത് കടവുമായി ബന്ധപ്പെട്ട കാര്യത്തെ സംബന്ധിച്ച് കൃത്യമായി പറഞ്ഞ വിഷയമാണ്. അപ്പോൾ നമ്മൾ ഇതിൽ ഒന്നാമതായി ഈ ഹദീസ്, ഒരൊറ്റ ഹദീസ് ഇതിൽ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിച്ചിട്ടുള്ളൂ. അത് തന്നെ അത് മനസ്സിലാക്കി തീർക്കുവാൻ വേണ്ടി നമ്മൾ വേറെ കുറേ കാര്യങ്ങൾ ഉപോത്ബലകമായി പറയേണ്ടതും മനസ്സിലാക്കേണ്ടതുമുണ്ട്. ഒന്ന്, വഅൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല മത്ലുൽ ഗനിയ്യി ളുൽമുൻ വഇദാ ഉത്ബിയ അഹദുക്കും അലാ മലീഇൻ ഫൽയത്ബഅ, മുത്തഫഖുൻ അലൈഹി. മഅന ഉത്ബിഅ ഉഹീല. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഈ ഹദീസ്, അദ്ദേഹം പറയാണ്, അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞിരിക്കുന്നു, മത്ലുൽ ഗനിയ്യി, കഴിവുള്ളവൻ നീട്ടിക്കൊണ്ടുപോകൽ, കടമിടപാട് നീട്ടിക്കൊണ്ടുപോകൽ, അത് വീട്ടാതെ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കൽ, ളുൽമുൻ, അത് കടുത്ത അക്രമമാണ്. കടുത്ത അക്രമമാണത്, ഹറാമായ സംഗതിയാണത്. ഇനി രണ്ടാമത്തെ ഭാഗം എന്താണ്? വൈദാ ഉത്ബിഅ അഹദുക്കും, നിങ്ങളിൽ ഒരാളോട് പറയാണ്, നീ ഉത്ബിഅ എന്ന് പറഞ്ഞാൽ മറ്റൊരാളിലേക്ക് അത് ചേഞ്ച് ചെയ്യാണ്. അതായത് ഞാനൊരാളിൽ നിന്ന് 1,00,000 രൂപ കടം വാങ്ങിയിട്ടുണ്ട്. അയാൾക്കത് തിരിച്ചു കൊടുക്കേണ്ട സമയമായപ്പോൾ അയാൾ എന്നോട് ചോദിക്കുന്നു. അപ്പോൾ ചോദിക്കുമ്പോൾ ഞാൻ അയാളോട് പറയാണ്, ഞാൻ കടം വാങ്ങിയ ആളോട് പറയാണ്, നിങ്ങൾക്ക് തരാനുള്ള പൈസ വേറൊരാൾ തരും, അയാളും ഞാനുമായിട്ട് ഇടപാടുണ്ട്, അയാൾ എനിക്ക് 1,00,000 തരാനുണ്ട്, അപ്പോൾ അയാൾ നിങ്ങൾക്ക് തരും എന്ന് ഞാൻ നേരിട്ട് തന്നെ അത് കൊടുക്കാതെ മറ്റേ ആളിൽ നിന്ന് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് എന്ന് പറഞ്ഞാൽ, അതാണ് അലാ മലീ എന്ന് പറയുന്നത്. വൈദാ ഉത്ബിയ അഹദുക്കും, നിങ്ങളിൽ ഒരാളോട് പ്രത്യേകം വേറൊരാളുടെ കാര്യത്തെ സംബന്ധിച്ച് നിങ്ങളോട് പറഞ്ഞാൽ, അലാ മലീഇൻ, അയാൾക്കതിന് വീട്ടാൻ കഴിവുള്ള സമ്പന്നനാണ്, അങ്ങനെയുള്ള ഒരാളെ ചൂണ്ടിയിട്ട് നിങ്ങൾ അയാളിൽ നിന്ന് ആ കടം കിട്ടാനുള്ള കാശ് വാങ്ങിക്കോളൂ, ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞാൽ, ഫൽയത്ബഅ, നിങ്ങൾ മടി കൂടാതെ അത് സ്വീകരിച്ചോളണം. അത് ഞങ്ങളോട് ഇടപാട്, എനിക്ക് അയാളോട് ഇടപാടില്ലാതെ നിങ്ങൾ പറയരുത്. അങ്ങനെ പറയാം, അതിൻ്റെ ചില ഘട്ടങ്ങളുണ്ട്, അത് ഇൻഷാ അല്ലാഹ് വിശദീകരിക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഈ ഒരൊറ്റ ഹദീസായുള്ള 2 ആയത്തുകളും ഇതിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, കടവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ന് ലോകത്ത് എല്ലാവരും ഇടപാട് നടത്തുന്ന ഒരു കാര്യമാണ് ഈ കടം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇസ്ലാമികമായിട്ട് അത് വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. പക്ഷേ പല ആളുകളും ഇന്ന് കടത്തിൻ്റെ കാര്യത്തിൽ അത്ര ഗൗരവം കാണാറില്ല എന്നുള്ളതാണ് വാസ്തവം. എന്നാൽ ഇസ്ലാമികമായ അതിൻ്റെ നിയമം, ഒന്നാമതായി ഇസ്ലാം കടം കൊടുക്കാൻ വളരെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. കാരണം മനുഷ്യൻ ബുദ്ധിമുട്ടിയിട്ടാണല്ലോ ഈ കടം ചോദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കടം കൊടുക്കാനുള്ള പ്രോത്സാഹനങ്ങൾ വിശുദ്ധ ഖുർആനിലും അതുപോലെ തന്നെ ഹദീസുകളിലും ഒക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്കത് കൃത്യമായി പഠിപ്പിച്ചു തന്നതുമാണ്. കടം നൽകുന്നതിൻ്റെ മഹത്വം എന്താ പറഞ്ഞത്? അത് ഒരു സുന്നത്തായ കാര്യമാണ്. നിർബന്ധമാണോ? ഒരാൾ എന്നോട് കടം ചോദിച്ചു, ഞാൻ അയാൾക്ക് കടം കൊടുക്കൽ അതൊരു നിർബന്ധമാണോ അതോ കേവലം ഒരു പുണ്യകർമ്മമാണോ? ഇത് ചർച്ച ചെയ്തിട്ടുണ്ട് പണ്ഡിതന്മാർ വളരെ വിശദമായി. അതിൻ്റെ മഹത്വം പറഞ്ഞിട്ടുണ്ട്. ഇസ്ലാം പറഞ്ഞത് എന്താണ്? മാമിൻ മുസ്ലിമിൻ, ഏതൊരു മുസ്ലിമായ മനുഷ്യനും യുഖ്രിദു മുസ്ലിമൻ ഖർളൻ മർറതൈനി ഇല്ലാ കാന കസദഖതിഹാ മർറതൻ. ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണ്. അവിടെ എന്താണ് പറയുന്നത്? ഏതൊരു മുസ്ലിം ആവട്ടെ, മറ്റൊരാൾക്ക് അയാൾ കടം നൽകുന്നു, മറ്റൊരു മുസ്ലിമായ മനുഷ്യന് അയാൾ കടം കൊടുക്കുന്നു, 2 തവണ കടം കൊടുക്കുമ്പോൾ 1 തവണ സദഖ കൊടുത്തതിൻ്റെ കൂലിയാണ് എന്നാണ്. അപ്പോൾ നമ്മളൊരാൾക്ക് കടം കൊടുത്തു കഴിഞ്ഞാൽ ആ കൊടുത്ത സംഖ്യയുടെ പകുതി അയാൾക്ക് സദഖ കൊടുത്തതിൻ്റെ കൂലിയാണ് എന്നാണ്. 2 തവണ ഒരാൾക്ക് സദഖ കൊടുത്താൽ, 2 തവണ ഒരാൾക്ക് കടം കൊടുത്താൽ ഒരിക്കൽ സദഖ കൊടുത്തതിൻ്റെ സമ്പൂർണ്ണമായൊരു സദഖയുടെ പ്രതിഫലമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് സഹാബിമാരിൽ നിന്നുള്ള റിപ്പോർട്ടിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ
അടിസ്ഥാനപരമായി ഇതിൻ്റെ നിയമം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പഠിച്ചിരിക്കണം. അൽ അസ്ലു ഫി ഹുക്മിൽ ഖർളി ബിന്നിസ്ബതി ലിൽ മുഖരിളി അന്നഹു സുന്നത്തുൻ മുസ്തഹബ്ബ വലൈസ വാജിബൻ. അടിസ്ഥാനപരമായിട്ടുള്ള നിയമം എന്താണ്? കടം കൊടുക്കുന്നതിൻ്റെ വിധി എന്ന് പറയുന്നത് ഒരു സുന്നത്താണ്, അത് നിർബന്ധമൊന്നുമല്ല. കാരണം എന്താണ്? വദാലിക ലിമാ ഫീഹി മിനൽ ഇഹ്സാനി ഇലൽ മുസ്ലിം വസദ്ദി ഹാജതിഹി വതൻഫീസി ഖുർബതിഹി. അതിൽ ഒരു മുസ്ലിമായ മനുഷ്യനോട് നമ്മൾ നന്മ ചെയ്യുകയാണ്, അവൻ്റെ ആവശ്യങ്ങൾ നിവർത്തിച്ചു കൊടുക്കുകയാണ്, അവൻ്റെ പ്രയാസങ്ങൾക്ക് നമ്മൾ ഒരു അറുതി വരുത്തുകയാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാം വളരെ ഗൗരവത്തോടുകൂടെ പഠിപ്പിച്ചിരുന്നല്ലോ, മൻ നഫസ അൻ മുഅ്മിനിൻ, ഒരു സത്യവിശ്വാസിയുടെ ഏതെങ്കിലും ദുന്യാവിൻ്റെ പ്രയാസങ്ങളെ ഒരാൾ നിവർത്തിച്ചു കൊടുത്താൽ നഫസല്ലാഹു അൻഹു ഖുർബത്തൻ മിൻ ഖുറബി യൗമിൽ ഖിയാമ, അന്ത്യനാളിൽ നമുക്ക് അഭിമുഖീകരിക്കാവുന്ന പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു കാവലുണ്ടാകും. വമൻ യസ്സറ അലാ മുഅ്സിരിൻ, ഞെരുക്കമുള്ള ഒരാൾക്ക് ആരെങ്കിലും എളുപ്പം ചെയ്തു കൊടുത്താൽ യസ്സറല്ലാഹു അലൈഹി ഫി ദുനിയാ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു അവൻ്റെ കാര്യങ്ങളും എളുപ്പമാക്കും. അപ്പോൾ ആ ഹദീസൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് എന്താ? വല്ലാഹു ഫി ഔനിൽ അബ്ദി, അള്ളാഹു ഒരു അടിമയെ സഹായിച്ചുകൊണ്ടേയിരിക്കും. എപ്പോഴൊക്കെ? മാ കാനൽ അബ്ദു ഫി ഔനി അഖീഹി, ഒരാൾ തൻ്റെ സഹോദരന് ഹെൽപ്പ് ചെയ്യുമ്പോഴൊക്കെ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള ഹെൽപ്പുകൾ അവനും കിട്ടിക്കൊണ്ടിരിക്കും. ഇതൊക്കെ സഹിഹായ ഹദീസുകളാണ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്നു ഇസ്ലാം എന്ത്? നിങ്ങൾ കടം കൊടുക്കണം. ഒരാൾ ചോദിച്ചാൽ കടം കൊടുക്കണം. എന്നാൽ നിർബന്ധമാണോ? അല്ലേ. കടം ചോദിച്ചിട്ട് ഒരാൾ കൊടുക്കാതിരുന്നാൽ കുറ്റക്കാരനാവുമോ? കുറ്റക്കാരനാവില്ല. അത് നമ്മൾ പഠിച്ചിരിക്കേണ്ട നിയമമാണ്. പലപ്പോഴും നമുക്കുണ്ടാകുന്നൊരു സംശയമാണ്. എൻ്റെ കയ്യിൽ ഒരാൾ കടം ചോദിക്കുകയാണ്, എൻ്റെ അടുത്ത് കൊടുക്കാൻ കാശുണ്ട്, പക്ഷെ ഞാൻ കൊടുക്കുന്നില്ല, എങ്കിൽ ഞാൻ കുറ്റക്കാരനാകുമോ? അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ വിഷയത്തിൽ ഒരു സുന്നത്തായ കാര്യമാണ് കടം കൊടുക്കുക എന്നുള്ളത്. എന്നാൽ അവിടെയുമുണ്ട്, ഏത് കാര്യത്തിലും ഉണ്ടാകുമല്ലോ ചില അടിയന്തര ഘട്ടങ്ങൾ. അതിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ വേറെ വിധിയാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് സുന്നത്താണ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവൻ ചെയ്താൽ അവന് കൂലിയുണ്ട്, ചെയ്തിട്ടില്ലെങ്കിൽ അവൻ നരകക്കാരനോ അതുപോലെ തന്നെ കുറ്റവാളിയോ ഒന്നും ആകുന്നില്ല. പ്രത്യേകിച്ച് അവൻ്റെ കയ്യിലുള്ള പണം ഉപയോഗപ്പെടുത്തിയിട്ട് അവൻ പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി കാത്തുവെച്ചതാകും. അതേപോലെ തന്നെ അവൻ്റെയും കുടുംബത്തിൻ്റെയും പല പ്രശ്നങ്ങൾക്കും ചെലവഴിക്കാൻ വേണ്ടി സ്വരുക്കൂട്ടി വെച്ചതാകും. അപ്പം അതിൽ നിന്നൊക്കെ എടുത്ത് കൊടുക്കൽ അവന് വാജിബൊന്നുമല്ല, എന്നാൽ സുന്നത്താണ്. ഇതാണ് അതിൻ്റെ വിധി. ചില ഘട്ടങ്ങളിൽ വിധി മാറും എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അത് പണ്ഡിതന്മാർ പറയാണ് ഖദ് യഖ്റുജുൽ ഖർദു. എന്നാൽ ഈ കടം കൊടുക്കുക എന്നുള്ളത് അൻ ഹുക്മിഹിൽ അസ്ലി, അടിസ്ഥാനപരമായിട്ട് ഇപ്പോൾ എന്താണെന്ന് പറഞ്ഞത്? നിർബന്ധമല്ല, സുന്നത്തുള്ളൂ. ഒരാൾ ചോദിച്ചാൽ നമ്മളെടുത്തുണ്ടെങ്കിൽ കൊടുക്കൽ അത് നിർബന്ധമൊന്നുമല്ല. നമ്മൾ കുറ്റക്കാരനൊന്നും ആവില്ല കടം കൊടുത്തില്ലെങ്കിൽ. പുണ്യകർമ്മമാണ്, വലിയ പുണ്യമാണ്. ഒരു ഹാഫ് സദക്കയുടെ പുണ്യം. നമ്മൾ 1000 കൊടുക്കണമെങ്കിൽ 500 വെറുതെ കൊടുത്ത കൂലിയാണ്. 1,00,000 കൊടുക്കുകയാണെങ്കിൽ 50,000 സദക്ക കൊടുത്ത കൂലിയാണ് എന്നൊക്കെയാണല്ലോ ഇപ്പോൾ പറഞ്ഞ നേരത്തെ ഹദീസിൻ്റെ താല്പര്യം. അപ്പം അതുകൊണ്ട് തന്നെ എന്നാൽ ചില ഘട്ടങ്ങളിൽ ഫയകൂനു വാജിബൻ ഔ മുഹറമൻ, ചില ഘട്ടങ്ങളിൽ കടം കൊടുക്കൽ നിർബന്ധമാവും, ചിലയിടത്ത് കടം കൊടുക്കൽ ഹറാമാവും, കൊടുക്കരുത്. ചിലപ്പോൾ കൊടുത്തേ പറ്റൂ, നിർബന്ധമാവും, കൊടുത്തില്ലേ കുറ്റക്കാരനാവും. വദാലിക ഫീ ബഅദിൽ ഹാലാത്തിൽ ഇസ്തിസ്നാഇയ, താഴെ പറയാൻ പോകുന്ന ചില ഘട്ടങ്ങളിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അത് ഏതൊക്കെയാണ്? ഒന്ന്, ഫൈൻ കാനൽ മുഖ്തരിദു മുദ്തറൻ, കടം ചോദിച്ചു വരുന്ന വ്യക്തി വളരെ ഗതികെട്ടവനാണ്, വളരെ പ്രയാസത്തിലാണ് ഒരാൾ ചോദിക്കുന്നത്. ചോദിക്കപ്പെട്ട വ്യക്തിയോ അയാൾക്ക് അത്യാവശ്യം കാശുണ്ട് എങ്കിൽ അയാൾ മറ്റേയാൾക്ക് കടം കൊടുക്കൽ നിർബന്ധമാണ്. അവിടെ കടം കൊടുക്കൽ നിർബന്ധമാവും. എന്നാൽ എല്ലാത്തിലും ഉണ്ട് കൃത്യമായ ചില വിവരണങ്ങൾ. ഇനി ഈ നിർബന്ധവും ചിലപ്പോൾ അല്ലാതാകും. വഇൻ അലിമൽ മുഖ്രിദു, കടം കൊടുക്കുന്ന ആൾക്ക് മനസ്സിലായാൽ, ഔ ഗലബ അലാ ദന്നിഹി, അല്ലെങ്കിൽ അയാളുടേതായ വിചാരത്തിൽ അയാൾക്ക് ഒരു 90% അയാൾക്ക് മനസ്സിലായിട്ടുണ്ട് അന്നൽ മുഖ്തരിള, ഈ കടം ചോദിച്ചു വന്ന വ്യക്തിക്ക് ഞാനിപ്പോൾ കാശ് കടം കൊടുത്താൽ യസ്രിഫുഹു, അയാളത് ചെലവഴിക്കും ഫീ മഅസിയത്തിൻ ഔ മക്റൂഹിൻ, ഇയാൾ വല്ല പാപങ്ങളും തെമ്മാടിത്തവും ചെയ്യാൻ വല്ല ഹറാമും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പണം ചെലവഴിക്കുക എന്ന് ഇയാൾക്ക് ബോധ്യമായാൽ കാന ഹറാമൻ, അപ്പോൾ കടം കൊടുക്കൽ എന്താവും? ഹറാമാവും. അയാൾക്ക് സഹായിക്കാൻ പാടില്ല. വലിയ കാര്യത്തിൽ കടം ചോദിക്കുന്നുണ്ടാവും, അവനക്ക് വേറെ എന്തെങ്കിലും തോന്നിയാസം ചെയ്യാനായിരിക്കും, അപ്പോൾ കൊടുക്കൽ ഹറാമാകും. വിഷയത്തിൻ്റെ ഗൗരവമനുസരിച്ച് ചിലപ്പോൾ അത് കറാഹത്തുമായി മാറും, കറാഹത്തോ ഹറാമോ ഒക്കെയായി മാറും. ഇനി പിന്നെ അതേ അവസരത്തിൽ ചില ഘട്ടങ്ങളിൽ നിർബന്ധമാകും എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അവിടെയും എന്താണ്? ഷെയ്ഖ് മുഹമ്മദ് സാലിഹുൽ ഉസൈമീൻ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, വയജിബുൽ ഖർളു അഹ്യാനൻ ഫീമാ ഇദാ കാനൽ മുഖ്തരിളു മുദ്തറൻ, ചോദിച്ചു വരുന്നയാൾ വളരെ പ്രയാസത്തിലാണെന്ന് മനസ്സിലായിട്ടുണ്ട്, അപ്പോൾ അത് നിർബന്ധമാണ്. അയാൾക്ക് കടം കൊടുത്താലല്ലാതെ അയാളുടെ പ്രതിസന്ധിയിൽ നിന്ന് അയാളെ രക്ഷപ്പെടുത്താനാവില്ല. എന്നാൽ
ഒരാളുടെ കയ്യിൽ അതിന് ഉണ്ടെങ്കിലേ അയാൾക്ക് നിർബന്ധമാവുകയുള്ളൂ. ആ പൈസയാണ് കൊടുത്തു കഴിഞ്ഞാൽ ഇയാളുടെ കുടുംബം പട്ടിണിയാകും, അല്ലെങ്കിൽ ഇയാൾ എന്തോ കാര്യത്തിന് വേണ്ടി നീക്കിവെച്ചതാണ്, അക്കാര്യം നടക്കൂല എന്ന് വന്നാൽ ഇയാളെ സംബന്ധിച്ചിടത്തോളം കൊടുക്കൽ അവിടെ എന്തല്ല, നിർബന്ധമല്ല. ചോദിക്കുന്ന ആൾ എത്ര പ്രയാസപ്പെട്ട ആളായാലും ശരി, ഇയാളുടേതായ ആവശ്യങ്ങൾക്ക് വേണ്ടി നീക്കിവെച്ചതാണ്, അതിപ്പോൾ കൊടുത്താൽ ആ സമയത്ത് കിട്ടൂല എന്ന് വന്നാൽ കടം കൊടുക്കൽ അയാളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമല്ല. ഇയാൾക്ക് മാനുഷികമായിട്ട് അയാൾ കൊടുക്കുകയാണെങ്കിൽ കൊടുക്കാം എന്നാണ്. ഫശ്തറത്തൽ ഉലമാ ഇദ്ദത ശുറൂത്തിൻ, പല നിബന്ധനകളും പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ വെക്കുന്നുണ്ട്. ഹത്താ യകൂനൽ ഖർദു വാജിബൻ അലൽ മുഖ്രിദി, ഒരാൾ കടം ചോദിച്ചാൽ കടം കൊടുക്കൽ നിർബന്ധമാകാൻ പ്രധാനപ്പെട്ട 2-3 ഷർത്തുകൾ പറയുന്നുണ്ട്. ഒന്ന്, അൻ യകൂനൽ മുഖ്തരിദ് മുൽതറൻ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കടം ചോദിച്ചു വരുന്നയാൾ വളരെ അത്യാവശ്യക്കാരനാണ്. ഇതുപോലെ അയാളൊരു ഓപ്പറേഷന് വേണ്ടിയിട്ടാണ് കാശ് ചോദിക്കുന്നത്, ആ ഓപ്പറേഷൻ നടന്നിട്ടില്ലെങ്കിൽ അയാൾ മരിച്ചു പോവും, അല്ലെങ്കിൽ ആ നിലക്കുള്ള ശാരീരികമായിട്ട് ഏതെങ്കിലും ഒരു പ്രതിസന്ധിയിൽ നിന്ന് അയാൾക്ക് കരകയറാൻ കഴിയൂല, അയാളെ ജീവന് തന്നെ ഭീഷണിയുണ്ട്, ആ നിലക്ക്, അല്ലെങ്കിൽ അയാൾ ജയിലിൽ അടക്കപ്പെടും, അങ്ങനെയൊക്കെയുള്ള വല്ലാത്തൊരു പ്രതിസന്ധിയിലാണോ, അത്തരം കാര്യങ്ങളെക്കുറിച്ചാണ് ലറൂറത്ത്, വളരെ നിർബന്ധ സാഹചര്യം എന്ന് പറയുന്നത്. ഒരു നിബന്ധന അതാണ്, അങ്ങനത്തെ കടം കൊടുക്കൽ നിർബന്ധമാവും. തീർന്നിട്ടില്ല, ഒരു ഉപാധി മാത്രമല്ല. ഇത് രണ്ടാമത്തതോ, അല്ലാ തൻതഫിയ ലറൂറത്തഹു ഇല്ലാ ബിൽ ഖർളി, കടം കൊടുത്താലല്ലാതെ അവന്റെ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടാനാവില്ലെന്ന് ബോധ്യമായാലേ നിർബന്ധമാവുകയുള്ളൂ. അതാണ് ഏതെങ്കിലും വിധത്തിൽ, മറ്റേതെങ്കിലുമൊക്കെ വിധത്തിൽ അവന് ജമ്മിയാകളെ, ഏതെങ്കിലും ചാരിറ്റി സംഘടനകളെയോ മറ്റാളുകളെയോ ഒക്കെ സമീപിച്ചാൽ അവൻ്റെ പ്രശ്നത്തിന് പരിഹാരമാകുന്ന ഒരു കേസാണിത് എന്ന് കണ്ടാൽ ഇയാൾക്ക് അങ്ങോട്ട് റെഫർ ചെയ്യാം. ഇയാൾ കൊടുക്കൽ എന്തല്ല, ഒരു നിർബന്ധമല്ല. മൂന്നാമത്തെ നിബന്ധന, ഈ കടം ചോദിക്കപ്പെട്ടിട്ടുള്ള വ്യക്തിയുടെ കയ്യിൽ അയാളുടേതായ അത്യാവശ്യ കാര്യം കഴിച്ചിട്ടുള്ള പണം ഉണ്ടെങ്കിലേ അയാൾക്ക് കൊടുക്കൽ നിർബന്ധമാവുകയുള്ളൂ. ഇതൊക്കെയാണ് ഈ വിഷയത്തിലുള്ള 3 നിബന്ധനകൾ. നാലാമത്തെ ഒരു നിബന്ധന കൂടി ചേർത്ത് പറയുന്നുണ്ട്. എന്താ? കടം കൊടുക്കുന്ന വ്യക്തിക്ക് ബോധ്യമുണ്ടെന്ന്, ഇയാളെ കൊണ്ടത് വീട്ടാൻ കഴിയൂല, ഞാനത് കൊടുത്തിട്ട് കാര്യമില്ല, ഇയാളെ കൊണ്ടത് വീട്ടാൻ കഴിയൂല, വലിയ എമൗണ്ടാണ് ചോദിക്കണത്, അപ്പോൾ അതുകൊണ്ട് അയാൾക്കത് വീട്ടാൻ കഴിയൂല എന്ന് എനിക്ക് ബോധ്യമുണ്ടെങ്കിൽ 1. 2, അയാൾ വീട്ടെന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ സ്വീപ്പാക്കുന്ന ആളാണ്, വാങ്ങിയാൽ ഇങ്ങനെ നീട്ടിയിട്ട് അത് വളരെ പ്രയാസപ്പെടുത്തുന്ന ആളാണ് എന്ന് കണ്ടാലും കൊടുക്കൽ നിർബന്ധമില്ല. അപ്പം ഈ ഉപാധികളൊക്കെ പാലിച്ചുകൊണ്ട് ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒറ്റൊരാൾ കടം ചോദിക്കുകയാണെങ്കിൽ ഇപ്പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ, നിയമങ്ങൾക്കും ഉപാധികൾക്കും വിധേയമായിക്കൊണ്ടാണ് എന്താവുക, കടം കൊടുക്കൽ, ചോദിച്ചാൽ കൊടുക്കൽ നിർബന്ധമാവുക. അത് നമ്മളോട് കടം ചോദിച്ചു വരുന്നവൻ്റെ അവസ്ഥയും സാഹചര്യവും കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. അതിൽ നിന്ന് ഓരോരുത്തർക്കും തീരുമാനമെടുക്കാം. ബാക്കി അവനും അള്ളാഹുവിൻ്റെ അടുക്കലുള്ള ഇടപാടാണത്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ എത്രത്തോളം മാനുഷികമായി ഇടപെടാൻ കഴിയാവുന്നതാണെങ്കിൽ ഇടപെടുക. അതല്ല, തനിക്ക് ചില പ്രയാസങ്ങളുണ്ട്, ഇപ്പം കൊടുത്താൽ തനിക്കത് തിരിച്ചു കിട്ടൂല, സമയത്തിന് കിട്ടൂല, ഒന്നുകിൽ അയാൾ അങ്ങനെ ഒരു ഉഴപ്പണ ആളാണ്, അല്ലെങ്കിൽ അയാളെ കൊണ്ടത് വീട്ടാൻ കഴിയൂല എന്നൊക്കെ തോന്നുകയാണെങ്കിൽ, എനിക്ക് എൻ്റേതായ പ്രശ്നങ്ങൾക്ക് നീക്കി വെച്ചൊരു സംഖ്യയുമാണ്, ഇതങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ പിന്നെ പ്രശ്നത്തിലാകും എന്നൊക്കെ വരുമ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ കടം കൊടുക്കൽ അയാൾക്ക് എന്തല്ല, വാജിബല്ല. ഇതാണ് ആ വിഷയത്തിൽ കർമ്മശാസ്ത്രപരമായി ഈ വിഷയത്തെ വളരെ ഗൗരവത്തോടുകൂടെ വിശദീകരിച്ചിട്ടുള്ള ഉലമാക്കളെല്ലാം എത്തിച്ചേർന്നിട്ടുള്ള ഒരു കൃത്യമായ അവരുടെ തീരുമാനം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സ്വതക്കയേക്കാളും മഹത്വമേറിയതാണോ കടം നൽകൽ? സ്വതക്കയേക്കാളും മഹത്വമുണ്ടോ? ചില ഹദീസുകളൊക്കെ ആ വിധത്തിൽ വന്നിട്ടുണ്ടെങ്കിലും അങ്ങനെ സ്വതക്കയേക്കാൾ മഹത്വമാണ് കടം നൽകൽ എന്നുള്ളതിൻ്റെ വന്നിട്ടുള്ള റിപ്പോർട്ടുകളൊന്നും സഹീഹല്ല. എന്നാൽ മാക്സിമം എത്രത്തോളമേ ആകുന്നുള്ളൂ, ഒരു പകുതി ഒരാൾ സ്വതക്ക കൊടുക്കുന്നതിൻ്റെ മഹത്വം ഈ ഒരാൾക്ക് കടമായി നൽകിയാൽ ഉണ്ട്. എന്നാൽ അവധി എത്തിക്കഴിഞ്ഞിട്ട് നീട്ടിക്കൊടുക്കുന്നതും അല്ലാതെ തന്നെ നീട്ടിക്കൊടുക്കുന്നതും ഒക്കെ വലിയ പുണ്യമുള്ള സംഗതിയാണ്. അത് വേറെ റിപ്പോർട്ടുകളിൽ നമുക്ക് വായിക്കുവാനും സാധിക്കും. ഒരാൾ നമ്മളുടെ അടുക്കൽ നിന്ന് 1 ലക്ഷം കടം വാങ്ങി അയാൾ പറഞ്ഞു നമ്മളോട്, ഞാനൊരു 2 മാസം കൊണ്ടാണ് നിങ്ങൾക്ക് തിരിച്ചു തരിക. അങ്ങനെ അത് എന്നോട് അയാൾ പറഞ്ഞിട്ടുണ്ട്. 1 മാസം കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ സ്വന്തം പറയുകയാണെന്ത്, നിങ്ങൾ എനിക്കത് ഒരു 3 മാസം കഴിഞ്ഞിട്ട് തന്നാൽ മതി. അവധിയൊന്നും ആയിട്ടില്ല. അവധി എത്തുന്നതിൻ്റെ മുമ്പ് തന്നെ ഞാൻ അയാളോട് പറയാണ്, ഒന്നുകിൽ അയാളുടെ പ്രയാസം മനസ്സിലാക്കിയിട്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണത്താലാവാം, ഞാൻ അയാളോട് പറയണേ, നിങ്ങൾ 2 മാസം എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ കണിശരൊന്നും വേണ്ട, നിങ്ങൾ പ്രയാസപ്പെടണ്ട, അവധി എത്തിയതിൻ്റെ മുമ്പ് തന്നെ ഞാൻ പറയണത്, നിങ്ങൾ ഒരു മാസവും കൂടിയൊക്കെ നീട്ടിക്കോളൂ എന്ന് 1 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പറയണം, 2 മാസം ആയിട്ടല്ല. അങ്ങനെ പറയുന്ന ഒരു രീതിയുണ്ട്. അതേപോലെ അവധി എത്തിയിട്ട് നീട്ടിക്കൊടുക്കുന്ന രീതിയുമുണ്ട്. 1-ാം തീയതി തരാമെന്ന് പറഞ്ഞതാണ്. ആ 1-ാം തീയതി എത്തിയപ്പോൾ ഞാൻ ചോദിക്കുമ്പോൾ അയാൾ പറയണേ, ഞാൻ പ്രയാസക്കാരനാണ്, ഞെരുക്കക്കാരനാണ്, നിങ്ങൾ എനിക്കൊന്ന് ഡേറ്റ് നീട്ടിത്തരണം എന്ന് പറയുമ്പോൾ അത് ഡേറ്റ് ആയിട്ട് നീട്ടിക്കൊടുക്കലാണ്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഹദീസുകളിൽ വ്യക്തമാണ്. പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കുമ്പോൾ ഇൻ കാന ദു ഉസ്റ ഫനളിറത്തുൻ ഇലാ മൈസറ, സൂറത്തുൽ ബഖറ 280. ഈ കടവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആയത്തിലാണ് ഇതൊക്കെയുള്ളത്. വ ഇൻ കാന ദു ഉസ്റത്തിൻ, കടം വാങ്ങിയിട്ടുള്ള വ്യക്തി വളരെ ഞെരുക്കക്കാരനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഫനളിറത്തുൻ ഇലാ മൈസറ, അയാൾക്ക് എളുപ്പമുള്ള ഒരു ഡേറ്റിലേക്ക് നിങ്ങൾ കാലതാമസം കൊടുക്കണം.
മൈസറത്ത് എന്ന് പറഞ്ഞാൽ എന്താ? എളുപ്പമുള്ളൊരു അവധി. എളുപ്പമുള്ളൊരു അവധിയിലേക്ക് അദ്ദേഹത്തിന് നിങ്ങൾ കാലതാമസം കൊടുക്കണം എന്ന് പറഞ്ഞു. മാത്രമല്ല, നിങ്ങൾക്ക് വിട്ടുകൊടുക്കാൻ കഴിയോ? ആയത്തിൻ്റെ വാക്യം അതാണ്. നിങ്ങൾ നീട്ടിക്കൊടുക്കലല്ല, അതിനേക്കാണ് ഹൈറുള്ളൊരു പണിയുണ്ട്. അതെന്താ? അല്ലാതെ പ്രയാസം കണ്ടപ്പോൾ നമുക്ക് തോന്നി നിങ്ങൾ ഇഞ്ഞ് തരണ്ട, ഞാനത് നിങ്ങൾക്ക് സ്വതക്കയിട്ട് തന്നു. വാൻ തസദ്ദഖൂ ഖൈറുൽ ലക്കും, നിങ്ങളത് ധർമ്മമായിട്ട് വിട്ടുകൊടുക്കുകയാണെങ്കിൽ അതാണ് നിങ്ങൾക്ക് നല്ലത്, നിങ്ങൾ അറിയുന്നവരാണെങ്കിൽ. അതിനൊക്കെയുള്ള വലിയ മഹത്വമാണ് ഹദീസുകളിൽ നമുക്ക് കാണുന്നത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസിൽ കാണാം, മൻ അൻളറ മുഅ്സിറൻ, ആരെങ്കിലും ഒരു ഞെരുക്കക്കാരന് കാലതാമസം ചെയ്തു കൊടുത്താൽ, ഡേറ്റ് എത്തിയിട്ട് കാലതാമസം ചെയ്തു കൊടുത്തു, 1-ാം തീയതി തരാമെന്ന് പറഞ്ഞതാണ്, ശരി നിങ്ങൾ അടുത്ത 1-ാം തീയതി തന്നാൽ മതി. ഔ അൻഹു, അല്ലെങ്കിൽ അയാളുടെ ആ കടത്തിൽ നിന്ന് അയാൾ ഒഴിവാക്കി, അയാൾ ഞാൻ തരണ്ട, ഞങ്ങൾക്ക് വിട്ടു തന്നു എന്നൊക്കെ പറഞ്ഞാൽ, അദല്ലഹുല്ലാഹു ഫീ ളില്ലിഹി, അള്ളാഹു അവന്റെ അർശിന്റെ തണലിൽ വിരിച്ചു കൊടുക്കുന്ന വിഭാഗത്തിൽ അവർ പെടും. ഒരു ഹദീസില് ഇപ്പോൾ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ തണൽ നാളെ മഹ്ശറിൽ ഒരാളുടെ തണലുമില്ലാത്ത നാളിൽ റബ്ബിൻ്റെ തണൽ കിട്ടുന്ന ആളുകളെ ഒരു ഹദീസിൽ എത്രയായിട്ടാണ് എണ്ണിയത്? സബ്അത്തുൻ യുളില്ലുഹുമുല്ലാഹു ഫീ ളില്ലിഹി യൗമ ലാ ളില്ല ഇല്ലാ ളില്ലുഹു. റബ്ബിൻ്റെ തണലല്ലാത്ത യാതൊരു തണലുമില്ലാത്ത ദിനം, സൂര്യൻ ഇങ്ങനെ ഒരു ചാണ് മുകളിലൂടെ കത്തിജ്വലിച്ച് ആളുകളൊക്കെ വിയർപ്പിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന ദിവസവും റഹ്മാനായ റബ്ബിൻ്റെ പ്രത്യേകമായ തണൽ വിരിച്ചു കൊടുക്കുന്ന 7 ആളുകളുണ്ട്. എന്നാൽ 7 ആളുകൾ മാത്രമല്ല, മറ്റു പല ഹദീസുകളിൽ വേറെയും ആളുകളെ എണ്ണിയിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരാളാണെന്ത്? ഞാനൊരാൾക്ക് കടം കൊടുത്തു, ഡേറ്റ് എത്തി, അയാൾ പറഞ്ഞു എനിക്ക് നിങ്ങളൊന്ന് ഡേറ്റ് നീട്ടിത്തരണം, എനിക്ക് പ്രയാസത്തിലാണ് എന്ന് പറഞ്ഞ് ഞാൻ അയാൾക്ക് ഡേറ്റ് നീട്ടിക്കൊടുത്താൽ അള്ളാഹുവിൻ്റെ തണൽ എനിക്ക് ലഭിക്കും. മഹ്ശറയിൽ തണൽ കിട്ടണ പുണ്യകർമ്മമാണെന്ത്? കടം വാങ്ങിയ വ്യക്തി പ്രയാസത്തിലാണെന്ന് മനസ്സിലാക്കിയിട്ട് അവന് ഡേറ്റ് നീട്ടിക്കൊടുക്കുകയോ അല്ലെങ്കിൽ അത് അവന് വിട്ടുകൊടുക്കുകയോ ചെയ്താൽ വലിയ പുണ്യകർമ്മമാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നോക്കൂ നിങ്ങൾ, അതിൻ്റെ മഹത്വം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഡേറ്റ് ആകുന്നതിൻ്റെ മുമ്പ് നീട്ടിക്കൊടുത്താലും ഡേറ്റ് ആയതിൻ്റെ ശേഷം നീട്ടിക്കൊടുക്കുന്നതും വേറെ പുണ്യം പഠിപ്പിച്ചിട്ടുണ്ട്. ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, മഹാനായ ബുറൈദ റളിയല്ലാഹു അൻഹു പറയുന്നു, സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താണ്? മൻ അൻളറ മുഅ്സിറൻ, മൻ അൻളറ മുഅ്സിറൻ, ആരെങ്കിലും ഒരു ഞെരുക്കക്കാരന് കാലതാമസം ചെയ്തു കൊടുത്താൽ, ഫലഹു, ആ വ്യക്തിക്കുണ്ട്, ബികുല്ലി യൗമിൻ, എല്ലാ ഓരോ ദിവസത്തിനും മിസ്ലിഹി സദഖ. 10-ാം തീയതി തരാന്ന് പറഞ്ഞു, 10-ാം തീയതി 1 ലക്ഷം എനിക്ക് അയാൾ തരണം. 10-ാം തീയതി ആയപ്പോൾ അയാൾ പറഞ്ഞു ഒന്ന് എനിക്ക് ഞെരുക്കാണ്, അപ്പം ഞാനൊരു 5 ദിവസം നീട്ടി കൊടുത്തു എന്ന് വിചാരിച്ചു. ശരി, 15-ാം തീയതി തന്നാൽ മതി നിങ്ങൾ. എങ്കിൽ ആ 5 ദിവസത്തിലെ ഓരോ ദിവസവും നിങ്ങൾ ഈ കൊടുത്ത 1 ലക്ഷം അയാൾ, നിങ്ങൾ ഏത് കൊടുത്തതുപോലെ കൂലിയാണ് നിങ്ങൾക്ക്. ഓരോ ദിവസവും നിങ്ങൾ 1 ലക്ഷം സദഖ കൊടുത്തതുപോലെയാണ്. നീട്ടിക്കൊടുക്കുന്നതിൻ്റെ മഹത്വമാണ് ആ പറഞ്ഞത്. മൻ അൻളറ, പിന്നീട് അള്ളാഹുവിൻ്റെ റസൂൽ വീണ്ടും പറഞ്ഞു, മൻ അൻളറ മുഅ്സിറൻ, ഞെരുക്കക്കാരന് ഒരാൾ നീട്ടിക്കൊടുത്താൽ, ഫലഹു ബികുല്ലി യൗമിൻ മിസ്ലൈഹി സദഖ, നീട്ടിക്കൊടുക്കുന്ന ഓരോ ദിവസവും 2 ഇരട്ടി സദഖ കൊടുത്ത കൂലിയാണ്. മനസ്സിലാകുന്നുണ്ടോ? ഒരാൾ 1 ലക്ഷം വാങ്ങി, നേരത്തെ പറഞ്ഞ ഉദാഹരണം എടുക്കുക, 1 ലക്ഷം വാങ്ങി, 10-ാം തീയതി തരാൻ ഡേറ്റ് എത്തി. അങ്ങനെ ഡേറ്റ് എത്തുന്നതിന് മുമ്പല്ല, ഡേറ്റ് എത്തിയിട്ട് ഞാൻ അയാൾക്ക് എന്ത് ചെയ്തു? വീണ്ടും നീട്ടിക്കൊടുത്താൽ ഓരോ ദിവസവും ഞാൻ കൊടുത്ത സംഖ്യയുടെ ഇരട്ടി ഞാൻ സ്വതക്ക കൊടുത്ത കൂലിയാണ്. 1 ലക്ഷം ആണെങ്കിൽ അയാൾക്ക് 2 ലക്ഷം സ്വതക്ക കൊടുത്തതുപോലെ. ഡേറ്റായിട്ട് വീണ്ടും നീട്ടിക്കൊടുക്കുമ്പോൾ ഓരോ തവണ ഞാൻ എത്ര ദിവസമാണോ നീട്ടിക്കൊടുക്കുന്നത് ആ ദിവസമൊക്കെ ഞാൻ അയാൾക്ക് കൊടുത്ത സംഖ്യയുടെ ഇരട്ടി സ്വതക്ക കൊടുത്തു ഓരോ ദിവസവും. അതിൻ്റെ പുണ്യമാണ്. അപ്പോൾ എത്രയായിരിക്കും അതിൻ്റെയൊക്കെ മഹത്വം സഹോദരങ്ങളെ. ഇത് കേട്ടപ്പോൾ സഹാബി ചോദിച്ചു, അള്ളാഹിൻ്റെ റസൂൽ നിങ്ങളിപ്പോൾ 2 രൂപത്തിലാണല്ലോ പറഞ്ഞത്. ആദ്യം പറഞ്ഞു നിങ്ങളെന്ത്, ഇങ്ങനെ ഞെരുക്കക്കാരന് നീട്ടിക്കൊടുത്താൽ അവന് 1 സദഖയുടെ കൂലിയുണ്ട് ഓരോ ദിവസത്തിനും. പിന്നെ നിങ്ങൾ തന്നെ പറഞ്ഞു ഞെരുക്കക്കാരന് അവധി നീട്ടിക്കൊടുത്താൽ 2 സദഖയുടെ അഥവാ ഇരട്ടി സദഖ ഓരോ ദിവസവും കൊടുത്തതുപോലെ ഉണ്ട്. എന്താ അങ്ങനെ പറഞ്ഞത്? അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ലഹു ബികുല്ലി യൗമിൻ സദഖ, ഓരോ ദിവസവും ഓരോ ആ സംഖ്യ സദഖയായിട്ട് കൂട്ടൽ എപ്പോഴാണ്? ഖബല അൻ യഹില്ല ദൈൻ, കടത്തിൻ്റെ അവധി എത്തുന്നതിന് മുമ്പ് നീട്ടിക്കൊടുത്താലാണ്. കടത്തിൻ്റെ അവധി എത്തിയിട്ടില്ല, എത്തുന്നതിന് മുമ്പ് തന്നെ നീ അഡ്വാൻസ്ഡ് ആയിട്ട് പറഞ്ഞു, ഇത് ഇപ്പം തരണ്ട കേട്ടോ, കുറച്ച് കഴിഞ്ഞിട്ട് തന്നാൽ മതി. എന്നാൽ ആ ഡേറ്റ് മുതൽക്കുള്ള ഓരോ ദിവസവും നീ അയാൾക്ക് കൊടുത്ത സംഖ്യ അയാൾക്ക് ആ ദിവസം നീ സ്വതക്ക ചെയ്തതുപോലെ പിറ്റേ ദിവസം എത്ര ഡേറ്റ് ഉണ്ട്, 5 ദിവസമാണോ നീട്ടിക്കൊടുത്തത്, 5 ദിവസം അയാൾക്ക് ഈ എമൗണ്ട് സ്വതക്ക കൊടുത്ത കൂലിയാണ്. പിന്നെ അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നത്, അതേ അവസരത്തിൽ ഫൈദാ ഹല്ലദ്ദൈനു, അവധി എത്തിയിട്ട് ഫാൻളറഹു, നീ അയാൾക്ക് നീട്ടിക്കൊടുത്താലോ, ഫലഹു ബികുല്ലി യൗമിൻ മിസ്ലൈഹി സദഖ, അവധി എത്തിയിട്ടും പിന്നെ നീ അയാൾക്ക് നീട്ടിക്കൊടുത്താൽ, നീട്ടിക്കൊടുക്കുന്ന ഓരോ ദിവസത്തിനും നീ കൊടുത്ത എമൗണ്ടിൻ്റെ ഇരട്ടി നീ അത് സദഖയായി കൊടുത്തതിന് സമാനമാകുന്നു.
അപ്പം എത്രത്തോളം പുണ്യമുണ്ട് കടം കൊടുക്കുന്നതിൽ. അപ്പം കടം കൊടുക്കാൻ സാമ്പത്തികമായി ശേഷിയുള്ള ഒരാളും ഇനി മടി കാണിക്കേണ്ടതില്ല. കടം ചോദിച്ചാൽ കൊടുക്കുക. എന്നാൽ ആദ്യം പറഞ്ഞ ഉപാധികളൊക്കെ ശ്രദ്ധിക്കുകയും ചെയ്യുക. കുറേ ആളുകളുണ്ട് ഇതിനായിട്ട് നടക്കുന്നവർ, കടമൊക്കെ വാങ്ങും പക്ഷെ സമയത്ത് കൊടുക്കൂല, അവൻ്റെ അടുത്ത് അത് കിട്ടിപ്പോരൂല. പിന്നെ കടം ചോദിച്ചാൽ ചിലപ്പോൾ ഉള്ള ബന്ധമൊക്കെ പോകും. കുടുംബക്കാരാണെങ്കിൽ തമ്മിൽ തെറ്റും. പിന്നെ മരിച്ചാലും എൻ്റെ മയ്യത്ത് കാണണ്ടെന്നും പറയും. എന്തേ പ്രശ്നം? കടം കൊടുത്തതാണ്, സഹായിച്ചു പോയി. അങ്ങനെയുണ്ട് കുറേ ആൾക്കാർ. ഈ അടുത്തോര് തമ്മിൽ ഇടപാട് വേണ്ടാന്ന് ചിലപ്പോൾ പലരും പറയാറുണ്ട്. അതിൽ കുറച്ചൊക്കെ കാര്യമുണ്ട്. എന്താ കാര്യം എന്ന് പറയും, വലിയ ക്ലോസ് ആയിട്ട് നടക്കണോല് സാമ്പത്തിക ഇടപാടുകൾ നടത്താതിരിക്കില്ല നല്ലത്. കാരണം ഈ സമ്പത്തിൻ്റെ പേരിൽ, ഇടപാടിൻ്റെ പേരിൽ തമ്മിൽ തെറ്റിയാൽ പിന്നെ ആ തമ്മിൽ തെറ്റലിനൊരു അഗാധമായ മുറിവാണത്, വലിയൊരാഴാണ് അതിനുള്ളത്. പിന്നെ എന്നോട് ചോദിച്ചില്ലേ, ഒരിക്കൽ ഇന്ന വിശ്വാസമല്ലേ, എത്രത്തോളം അള്ള പറഞ്ഞതാ എഴുതി വെക്കണം എന്ന്. കടത്തിൻ്റെ കാര്യത്തിൽ എഴുതി വെക്കണം എന്ന് അള്ളാഹുടെ കൽപ്പനയാണ്. നിങ്ങളത് എഴുതി വെക്കണം. അത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നിങ്ങൾ എഴുതി വെക്കണം. എഴുതി വെച്ചോളും, സാക്ഷിയൊക്കെ ഉണ്ടായിക്കോളും, ഡേറ്റും ഒക്കെ, എന്നാ ഡേറ്റ് തിരിച്ചു തരാനൊക്കെ അതൊക്കെ എഴുതി വെക്കണം എന്ന് ഖുർആൻ പറഞ്ഞതാണ്. അള്ളാൻ്റെ ആയത്താണത്. പക്ഷേ ഇന്ന് സമൂഹം എങ്ങാനും അത് ചോദിച്ചാൽ അങ്ങനെ ഉണ്ടാവും. നിങ്ങൾ എന്നോട് പൈസ കടം ചോദിച്ചു, ഞങ്ങളോട് പറയുന്നത് എപ്പോഴാണ് തരിക, ഡേറ്റ് പറയും. ഞാൻ എൻ്റെ ഡയറി എടുത്തിട്ട് പറയുന്നത് ഇന്നാളിന്നയാൾക്ക് ഇന്ന ദിവസം ഞാൻ അയാൾ ഇത്രാം തീയതി എനിക്ക് തിരിച്ചു തരാമെന്ന വ്യവസ്ഥയിൽ ഞാനിതാ 1,00,000 കൊടുത്തിരിക്കുന്നു. അത് എഴുതി അതിന് 2 സാക്ഷികൾ എഴുതി ഒപ്പിട്ട് വെക്കണം എന്നാണ് പറയുന്നത്. ഇതൊന്ന് പറഞ്ഞു നോക്കണം നമ്മളൊരുത്തനോട്. ആഹാ, അതിന് പഞ്ചരത്നം വാങ്ങണം, അതിനിപ്പോൾ എനിക്ക് എന്നോട് ചോദിക്കണം എന്താ എഴുതി വെക്കണത്, എനിക്ക് എന്നെ എത്ര വിശ്വാസമല്ലേ. അതാണ് ഈ ആളല്ലേ. അത് ശരി, കാശിൻ്റെ അടുത്ത് കണ്ട് എത്തുമ്പോൾ എൻ്റെ നിറമൊക്കെ മാറിയാലോ, സ്വഭാവമൊക്കെ ഒന്ന് വ്യത്യാസം വന്നാലോ, എന്തപ്പോൾ ഇതൊക്കെ ഇത്ര എഴുതാനുള്ളത്, എനിക്കെന്താണ് വിശ്വാസം, ഞാനാണ് തരൂലേ, പറയാൻ പാടില്ല. തമ്മിൽ തെറ്റിയാണ് ആളുകൾ. എന്തിന്? അള്ള പറഞ്ഞ നിയമം പാലിച്ചിന്. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, ഇദാ തദായൻതും ബിദൈനിൻ, നിങ്ങൾ കടമിടപാട് നടത്തുകയാണെങ്കിൽ ഫക്തുബൂഹു, നിങ്ങളത് എഴുതി വെക്കണേന്ന്. ഇലാ അജലിൻ മുസമ്മ ഫൽയക്തുബ് ബൈനക്കും കാതിബുൻ ബിൽ അദ്ലി വലാ യഅബ കാതിബുൻ അൻ യക്തുബ എന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങളത് കൃത്യമായിട്ട് എഴുതി വെക്കണം. അത് എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നിങ്ങൾ എഴുതി വെച്ചോ. അത് നിങ്ങൾ തമ്മിലുള്ള ആ ബന്ധം നല്ല നിലക്ക് നിലനിൽക്കാൻ അത് പറ്റുന്ന പറയണം. എന്തെല്ലാം കാര്യങ്ങളുടെ എഴുതി വെക്കുന്നതുകൊണ്ട് കടമിടപാട് നടന്ന ഉടനെ എഴുതി വെച്ചോളണം. എന്താ കാരണം? വാങ്ങിയ ഞാനാവട്ടെ, കൊടുത്ത എനിക്ക് തന്ന ആളാവട്ടെ, ആരാവട്ടെ, രണ്ടിലൊരാളെ മരണപ്പെട്ടാലോ, ഇവർ മാത്രമേ ഇത് അറിഞ്ഞിട്ടുള്ളൂ. എന്താ അപ്പം അതിന് രേഖ? ഒന്നുമില്ല. കടം വാങ്ങിയിട്ട് സംഗതിയൊക്കെ ശരിയാ, പക്ഷെ എന്താ രേഖ? ബന്ധുക്കൾ ചോദിക്കൂലേ, ബന്ധപ്പെട്ടവർ ചോദിക്കൂലേ, എനിക്ക് എൻ്റെ ബാപ്പ കാശ് തരാണ്ട്. അപ്പോൾ മക്കൾ പറയും എന്താ രേഖ? രേഖയൊന്നുമില്ല മോനെ, അതൊന്നും എഴുതി വെച്ചതൊന്നുമില്ല. കണ്ടോ, എഴുതി വെച്ചില്ല. സാക്ഷി വേണമെന്ന് ഖുർആൻ പറഞ്ഞു. നിങ്ങളെ എഴുതി വെച്ചു, നിങ്ങൾക്ക് ഇപ്പം എന്തോ എഴുതി വെച്ചൂടെ? ഇനി സാക്ഷി ഉണ്ടോ? സാക്ഷികൾ ഉണ്ടാവൂലേ, സാക്ഷി വേണമല്ലോ. അപ്പൊ ഖുർആൻ പറഞ്ഞ കാര്യമാണ്. കടം കൊടുക്കുന്നുണ്ടോ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ആരും അതിന് ഒഴിവാണ്ട. നിങ്ങൾ 1000 ദിർഹംസ് കടം കൊടുക്കുന്നുണ്ടോ? എഴുതി വെച്ചോ. പറ്റുന്നുണ്ടെങ്കിൽ 2 സാക്ഷികളെയും വെച്ചോ. 2 സാക്ഷികളെ കൊണ്ട് വിവരം പറഞ്ഞു അവൻ്റെ അടുത്ത് വാങ്ങിയിട്ടുണ്ടോ. നിങ്ങൾ ഭാര്യനോട് പറഞ്ഞോ, അല്ലെങ്കിൽ ബന്ധപ്പെട്ടവരോട് പറഞ്ഞോ, മക്കളോട് പറഞ്ഞോ, ആരെങ്കിലും ആയിട്ട് അത് അറിയണം. അല്ലെങ്കിൽ എന്താ അതിന് പ്രൂഫ് എന്താ? അതുകൊണ്ടാണ് ഇസ്ലാം ഇതിലൊക്കെ എത്ര ഗൗരവത്തോടുകൂടെ സംസാരിക്കുന്നത്. അപ്പോൾ സമയമായിട്ട് നമ്മളൊരാൾക്ക് ആ നിലക്ക് കടം കൊടുക്കുക, അത് കടം നീട്ടിക്കൊടുക്കുക, അതുപോലെ തന്നെ അവധി എത്തിയുന്നതിന് മുമ്പ് നീട്ടിക്കൊടുക്കുക, അവധി എത്തിയിട്ട് നീട്ടിക്കൊടുക്കുക, ഇതിലൊക്കെ വലിയ പുണ്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇസ്ലാമികമായിട്ട് വളരെ ഗൗരവം അതിൻ്റെ മറുവശമായിട്ടും അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇസ്ലാമിൻ്റെ പ്രത്യേകത. അള്ളാഹ് ഒരു ഭാഗത്തുകൂടെ ആയത്തുകളിലൂടെ ഹദീസുകളിലൂടെയൊക്കെ എന്ത് പറഞ്ഞു? കടം കൊടുക്കാൻ പ്രോത്സാഹിപ്പിച്ചു. കാരണം ലോകത്ത് ആരും കടം കൊടുക്കണില്ലെങ്കിൽ പാവങ്ങൾ എങ്ങനെ ജീവിക്കുക? അവൻ പിന്നെ പലിശക്ക് എടുക്കണ്ടേ? അവന് പിന്നെ വട്ടിപ്പലിശക്കാരുടെ പിന്നാലെ പോകണ്ടേ? അപ്പം അതുകൊണ്ട് ഈ ഭാഗം അള്ളാഹു ക്ലിയറാക്കി പഠിപ്പിച്ചു, കൊടുക്കണം. അത് കൊടുക്കുമ്പോൾ അതിൻ്റെ നിയമങ്ങളൊക്കെ പറഞ്ഞു. അതേ അവസരത്തിൽ ഇപ്പുറത്ത് വേറെ ചില നിയമങ്ങൾ പറഞ്ഞു. എന്താണ്? നിങ്ങൾ ദയവായി കടം വാങ്ങരുത്. അതതിൻ്റെ അപ്പുറം പറഞ്ഞു. കടം കൊടുക്കുന്നതൊക്കെ വലിയ മഹത്വം കണ്ട് വിചാരിച്ചിട്ട് വേറെ കൂലിട്ടാൻ വേണ്ടി ഇങ്ങനെ നടക്കണ്ട. കടം അത്യാവശ്യത്തിനേ വാങ്ങാവൂ. വളരെ അനിവാര്യ സാഹചര്യത്തിലല്ലാതെ എന്ത് വാങ്ങരുത്? കടം വാങ്ങരുത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ഗൗരവത്തോടുകൂടെ പ്രാർത്ഥിക്കുകയാണ് നിസ്കാരത്തിലും പുറത്തുമൊക്കെ അള്ളാഹുവിൻ്റെ റസൂൽ പ്രാർത്ഥിച്ചിരുന്നു. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്, അള്ളാഹുവിൻ്റെ റസൂൽ കാന യദ്ഉ ഫിസ്സലാ, നിസ്കാരത്തിൽ തന്നെ അവിടുന്ന് ദുആ ചെയ്തിരുന്നു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ മഅ്സമി വൽ മഗ്റം. ആ ദുആ നമ്മളൊക്കെ ദുആ ചെയ്യണം നമ്മൾ നിസ്കാരത്തിൽ. അല്ലാഹുവേ ഇന്നി അഊദു ബിക, ഞാൻ നിന്നോട് കാവൽ തേടുന്നു, മിനൽ മഅ്സമി, കുറ്റകരമായ സംഗതികളിൽ നിന്ന്, എൻ്റെ ജീവിതത്തിൽ ഹറാമുകൾ വരാതെ കുറ്റങ്ങൾ വന്നു പോകുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ തേടുന്നു, വൽ മഗ്റമി, കടക്കെണിയിൽ നിന്നും കടബാധ്യതയിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ തേടുന്നു. അപ്പോൾ ഒരു സഹാബി അല്ലാഹുവിൻ്റെ റസൂലിനോട് ചോദിക്കുകയാണ്, മാ അക്സറ മാ തസ്തഈദു മിനൽ മഗ്റമി, കടക്കണിയിൽ നിന്ന് നബിയെ നിങ്ങൾ പല ദുആകളിലായിട്ട് ഇങ്ങനെ അല്ലാഹുവിനോട് കാവൽ ചോദിക്കുന്നത് കേൾക്കുന്നുണ്ടല്ലോ, എന്തേ ഈ കടക്കണിയുടെ കാര്യം ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ അല്ലാഹുവിനോട് കാവൽ തേടുന്നത്?
ഒരു സഹാബിയുടെ ചോദ്യമാണ് റസൂലുള്ളാഹിനോട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, അതിന് കാരണമുണ്ട്, അത്രത്തോളം ഗുരുതരമാണ് കടം വാങ്ങൽ. എന്തേ പ്രശ്നം? ഇന്നർ റജുല, ഒരു മനുഷ്യൻ, ഇദാ ഗരിമ, അയാൾ കടം വാങ്ങിക്കഴിഞ്ഞാൽ, ഹദ്ദസ, അവൻ സംസാരിച്ചാൽ, ഫകദബ, കളവ് പറയേണ്ടി വരും. കടം വാങ്ങിയോ പിന്നെ പലപ്പോഴും എന്ത് പറയേണ്ടി വരും? നോണ പറയേണ്ടി വരും. നോണ പറയേണ്ടി വരും. എന്താ നിങ്ങൾ പൈസ തരാത്തത്? എൻ്റെ അടുത്ത് ലൈറ്റാണേ, അല്ലെ ഞാൻ ഇപ്പം ഇങ്ങോട്ട് വിചാരിച്ചോളൂ നിങ്ങളെ തരണമെന്ന് വിചാരിച്ചിരുന്നു. ആ ഒരു കടത്തില്ലെന്ത് പ്രയാസത്തില്ലെന്ന് അയാൾ രക്ഷപ്പെടാൻ വേണ്ടി കുറേ നോണ അയാൾ പറയേണ്ടി വരും. കുറേ നോണ പറയേണ്ടി വരും. അയാൾക്ക് തന്നെ മനസ്സാക്ഷി കുത്തുണ്ടാവും, ഞാൻ ഈ പറയണമൊക്കെ നോണയും. അയാൾ വാഗ്ദത്തം ചെയ്യും, കുറേ വാഗ്ദത്തങ്ങൾ അയാൾ പറയും. 1-ാം തീയതി തരാ, 5-ാം തീയതി തരാ, 15-ന് തരാ, 25-ന് ഉറപ്പായിട്ടും തരാ, 30-ാം തീയതി എന്തായാലും തരും, ഞാനിവിടെ ഭൂമിയിലുണ്ടെങ്കിൽ അടുത്ത 5-ാം തീയതി എന്തായാലും തന്നിരിക്കും. എത്ര കരാറായിപ്പോ? 5 എണ്ണായി. അവൻ കരാർ ചെയ്യും, അവൻ ലംഘിക്കുകയും ചെയ്യും. അവന് പറ്റണില്ല, അല്ലെങ്കിൽ അവൻ്റെ ഒരു രീതി അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ കടുത്ത രൂപത്തിലുള്ള ഹറാമാണെന്ത്. ഈ വിധത്തിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്? ഒരിക്കലും കടം വാങ്ങാൻ നിർബന്ധിത സാഹചര്യമുണ്ടെങ്കിൽ അല്ലാതെ കടം വാങ്ങരുത്. അത്യാവശ്യത്തിനാണ് വാങ്ങാൻ പറഞ്ഞത്, അത്യാവശ്യത്തിന് മാത്രമാണ് വാങ്ങാൻ പറഞ്ഞത്. ഇനി നോക്കൂ നിങ്ങൾ, അതിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. സഹാബത്ത് പറയുന്നുണ്ട്, ഞങ്ങളൊരിക്കൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കൽ ഇങ്ങനെ ഇരിക്കുക. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുകളിലേക്ക് ഇങ്ങനെ നോക്കി, വാനലോകത്തേക്ക് ഇങ്ങനെ തല ഉയർത്തി, എന്നിട്ട് തൻ്റെ കൈപ്പടം നെറ്റത്ത് ഇങ്ങനെ വെച്ചിട്ട് പറഞ്ഞു, സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. വളരെ ഗൗരവത്തോടു കൂടെ പറയാൻ തുടങ്ങി. സഹാബത്ത് ചോദിച്ചു, എന്താ നബിയെ? മാദാ നുസ്സില മിന തശ്ദീദ്. എത്ര കടുപ്പുള്ള നിയമാപ്പ പറയുന്നത്, എത്ര കടുപ്പുള്ള വഹിയാപ്പ വരുന്നത് എനിക്ക്. ഫസക്കത്നാ വഫസിഅനാ. സഹാബത്ത് പറയുന്നത്, ഞങ്ങൾ മൗനം, എല്ലാവരും ശാന്തരായി, ഞങ്ങളൊക്കെ പേടിച്ചു. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ആ ബോഡി ലാംഗ്വേജ്, അവിടുത്തെ ശരീരത്തിൻ്റെ ആ ഭാഷ, കൈവക്കലും ഭയങ്കരമായ ആ ഗൗരവത്തോടു കൂടെയുള്ള വിഷയം പറയലൊക്കെ കേട്ടപ്പോൾ ഞങ്ങളൊക്കെ പേടിച്ചു. എന്തേ നബിയെ ഇറങ്ങിയത്? എന്ത് നിയമമാണ് ഇപ്പോൾ വന്നത്? അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനെ തന്നെ സത്യം. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ, എനിക്കിപ്പോൾ കിട്ടിയ വഹി എന്താണെന്നറിയോ? ഒരു മനുഷ്യൻ അള്ളാഹിൻ്റെ മാർഗത്തിൽ ഷഹീദായി നിങ്ങൾ സങ്കല്പിച്ചു. ഒരാൾ അള്ളാഹുടെ മാർഗത്തിലാണ് ഷഹീദായി. അങ്ങനെ അയാൾ ഷഹീദായിട്ട് സുമ്മ ഉഹിയ, അയാൾക്ക് വീണ്ടും അള്ളാഹ് ജീവൻ കൊടുത്തു. സുമ്മ ഖുതില, അയാൾ രണ്ടാമതും ഷഹീദായി. സുമ്മ ഉഹിയ, അയാൾക്ക് രണ്ടാമത് വീണ്ടും ജീവൻ കിട്ടി. സുമ്മ ഖുതില, മൂന്നാമതും അയാൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഷഹീദായി. ഒരിക്കൽ തന്നെ അള്ളാഹിൻ്റെ മാർഗത്തിൽ ഷഹീദായ കൂലി എത്ര? അങ്ങനെയൊക്കെ 2-3 വട്ടം ഷഹീദായ ഒരാളാണെന്ന് സങ്കല്പിച്ചോ. വഅലൈഹി ദൈനുൻ, പക്ഷേ അയാൾക്ക് കടമുണ്ട്. അയാൾ കടബാധ്യതയോടെയാണ് മരിച്ചു പോയിട്ടുള്ളതെങ്കിൽ മാദഖലൽ ജന്ന, അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതല്ല. ഹത്താ യുഖ്ദാ അൻഹു ദൈനുഹു, അയാളുടെ കടം വീട്ടപ്പെടുന്നത് വരെ. എത്ര ഉന്നതമായ പദവി സ്വർഗത്തിൽ കിട്ടാൻ യോഗ്യനായ ഷഹീദായിട്ടും കാര്യമില്ല. 2 വട്ടം 3 വട്ടം ഷഹീദായി, അതൊന്നും നടക്കണ സംഗതിയല്ല, സങ്കല്പിക്കാണ്. അത്ര പുണ്യമായ ഒരു ശറഫാക്കപ്പെട്ട പ്രവൃത്തി ചെയ്തിട്ട് സ്വർഗത്തിലേക്ക് അത്യുന്നതമായ പദവി എത്തുന്ന മനുഷ്യന് പോലും കടക്കാരനായിട്ടാണ് മരിച്ചു പോയിട്ടുള്ളതെങ്കിൽ അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കൂല, അയാളുടെ കടം വീട്ടപ്പെടുന്നത് വരെ. ഇമാം നസായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണത്. തീർന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ജനാസ കൊണ്ടുവന്നാൽ, മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി ജനാസ കൊണ്ടുവരപ്പെട്ടാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചിരുന്നു, ഇയാളുടെ മേൽ വല്ല കടബാധ്യതയുമുണ്ടോ? ഉണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂൽ നിസ്കരിക്കൂല, നബി മാറി നിൽക്കും. കടമുള്ള വ്യക്തിക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ റസൂല് മയ്യത്ത് നിസ്കരിച്ചിരുന്നില്ല. സഹാബത്തിനോട് പറയും, നിങ്ങൾ നിസ്കരിച്ചോ, കാരണം നബിക്ക് നിസ്കരിക്കാൻ ഓർഡറില്ല. ആ വിഷയത്തിൻ്റെ ഗൗരവമാണ് ആ പഠിപ്പിക്കുന്നത്. നബി തങ്ങൾ നിസ്കരിക്കാതെ മാറി നിൽക്കും, സഹാബിമാരോട് നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കും. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഒരിക്കൽ ഉണ്ടായൊരു സംഭവം നോക്കൂ നിങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരാൾക്ക് വേണ്ടി നിസ്കരിക്കാതെ മാറി നിന്നു. അയാൾ 2 ദീനാറാണ് അയാൾക്ക് കടം. 2 ദീനാർ, 2 സ്വർണ്ണ നാണയം കടമുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ജനാസ കൊണ്ടുവരപ്പെട്ടപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ നിസ്കരിക്കാതെ മാറി നിന്നപ്പോൾ സദസ്സിലുണ്ടായിരുന്ന മഹാനായ സ്വഹാബി അബൂ ഖത്താദ റളിയല്ലാഹു തആല അൻഹു അള്ളാഹിൻ്റെ റസൂലിനോട് പറഞ്ഞു, നബിയെ നിങ്ങൾ നിസ്കരിക്കണം, ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ കടം ഞാനിതാ ഏറ്റെടുത്തിരിക്കുന്നു. ഉറപ്പിച്ചോളൂ നബിയെ, ഞാൻ ഏറ്റു, നിങ്ങൾ നിസ്കരിച്ചോളൂ. നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഫലമാ റആഹു മിനൽ ഗദി, നേരെ പിറ്റേന്ന് റസൂലുള്ള അബൂ ഖത്താദനെ കണ്ടപ്പോൾ ചോദിക്കുകയാണ്, എന്താ ഈ ആ കടം വീട്ടിയോ? അബൂ ഖത്താദ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഖദ് ഖളൈതുഹാ, ഞാനത് വീട്ടിയിട്ടുണ്ട് നബിയേ, ഇതാ ഇന്ന് ഞാനത് വീട്ടിയിട്ടുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ആന ബറദത് അലൈഹി ജിൽദുഹു, ഇപ്പോഴാണ് അയാളുടെ ശരീരം തണുത്തത് എന്ന് പറഞ്ഞാൽ അയാൾ നരകാവകാശിയാകുന്ന അവസ്ഥയില്ലെന്ന് അയാൾ ഇപ്പോഴാണ് മോചിതനായത്. അത്ര ഗൗരവമാണ്. അപ്പോൾ ഇതറിയുന്ന ഒരാൾ ഇനി അനാവശ്യത്തിന് കടം വാങ്ങുമോ? അതിനാണിത് പറയണേ.
അത്യാവശ്യത്തിനല്ലാതെ കടം വാങ്ങരുത്. കാരണം മരിച്ചുപോയി കഴിഞ്ഞാൽ ആ നിലക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന കാര്യമാണത്. സ്വർഗപ്രവേശനത്തിന് അത് തടസ്സമായി മാറും. എത്രയാണ് ആ വിഷയത്തിൽ സഹോദരങ്ങളെ, ഇയ്യാക്കും വദ്ദൈൻ, നിങ്ങൾ കടം വാങ്ങുന്നത് സൂക്ഷിക്കണേ. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാറുണ്ടായിരുന്നു, നിങ്ങൾ കടം വാങ്ങുന്നത് സൂക്ഷിക്കണേ. ഫഇന്ന അവ്വലഹു ഹമ്മുൻ, അതിന്റെ തുടക്കം മുതലേ നിങ്ങൾക്ക് ഹമ്മ് പിടിപെടും. കടം വാങ്ങിയോ അത് മുതൽ നിങ്ങൾക്ക് ടെൻഷൻ തുടങ്ങും. വആഖിറഹു ഹർബുൻ, അതിന്റെ അവസാനം പിന്നെ നിങ്ങൾ യുദ്ധത്തിലായിരിക്കുന്നു. മാനസംഘർഷവും മറ്റു കാര്യങ്ങളും എല്ലാം കൊണ്ടുപോയിട്ട് യുദ്ധസമാനമായ അവസ്ഥയിലേക്കായിരിക്കും കടം നിങ്ങളെ എത്തിക്കുക. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറയാറുണ്ട്, ഇത്തഖില്ലാഹ വലാ തമുതു അലൈക ദൈൻ, കടമുണ്ടായിരിക്കെ മരിച്ചു പോകുന്ന അവസ്ഥ വരാതെ സൂക്ഷിക്കണേ, അള്ളാഹനെ സൂക്ഷിക്കണേ. കാരണം ഫയുഖദു മിൻ ഹസനാതിക, നിന്റെ നന്മയാണ് അതിന് പകരം മഹ്ശറിൽ തിരിച്ചെടുത്തു കൊടുക്കുക. ലാ ദീനാർ സമ്മ വലാ ദിർഹം, അവിടെ ദീനാറും ദിർഹം ഒന്നും അല്ല കടം വിട്ടുക. നമ്മൾ ചെയ്ത നിസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജൊക്കെ എടുത്താണ് കൊടുക്കുക. അതുകൊണ്ടാണ് നമ്മുടെ ഇടപാട് അവിടെ തീർക്കുക. അതുകൊണ്ട് വളരെ ഗൗരവത്തോടുകൂടെ ഇസ്ലാം എന്ത് ചെയ്യാണ്, അത് പഠിപ്പിച്ചു തന്നിരിക്കുകയാണ്, നിങ്ങൾ അങ്ങനെ കൊടുക്കരുതേ. എന്നാൽ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ കടം വാങ്ങുന്നു, കടം വാങ്ങുമ്പോൾ അയാളുടെ മനസ്സിൽ അയാൾ ഉറപ്പിച്ച് വിശ്വസിക്കണമെന്ത്, എനിക്കിത് വീട്ടാൻ കഴിയും, ഞാനിത് വീട്ടും എന്ന സതുദ്ദേശത്തോടെയേ വാങ്ങാവൂ, ഇല്ലേ കടം വാങ്ങാവൂ. എനിക്കിത് വീട്ടും, ഞാനത് വീട്ടും. അത് വീട്ടൂലേ എന്നിപ്പോൾ എങ്ങനെ അറിയാം? അത് അള്ളയല്ലേ ഇടപാട്, മഹ്ശറിൽ അള്ളയല്ലേ വിചാരണ. നല്ല ഉറപ്പുണ്ടെങ്കിലേ വാങ്ങാവൂ. അതല്ലെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് 99% അയാൾക്കറിയാം. അതുപോലെ തന്നെ മശ്റൂആയ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ കടം വാങ്ങാവൂ. അപ്പോൾ മൂന്നാമത്തെ നിബന്ധനയാണ് മശ്റൂആയ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം. ഇന്നിപ്പോൾ കടം വാങ്ങേണ്ടത് എന്തിനാ? ഹറാമ് ചെയ്യാൻ, തോന്നിയാസം ചെയ്യാൻ. എല്ലാ ആളുകളും കടക്കണിയിൽ പെടുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം എന്താണ്? കല്യാണത്തെ പറ്റി ചെയ്യുന്ന എല്ലാവർക്കും പിന്നെ കടം. എന്തിനായി വാങ്ങണത്? അനുവദിക്കപ്പെട്ട കാര്യത്തിനൊന്നുമല്ല, ഹറാമായ പല കാര്യങ്ങളും അവിടെ പൊടിക്കാനാണ്. അപ്പുറത്ത് അങ്ങനെ നടക്കുന്നുണ്ട്, ഇവിടെ ഇങ്ങനെ നടക്കുന്നുണ്ട്, അവിടെ മഞ്ഞ കല്യാണം, ഇവിടെ മെഹന്തി, ഹൽദി, അതേപോലെ തന്നെ അറബിക് നൈറ്റ്, മറ്റേ നൈറ്റ്, പാകിസ്ഥാനി നൈറ്റ്, പല പേരിലുള്ള നൈറ്റുകൾ. പിന്നെ ഇപ്പോഴാ മീഡിയ ഏത് തുറന്നു നോക്കിയാലും ഇപ്പോൾ തട്ടുകടയാണ്. പുയ്യാപ്പള തട്ടുകട, മറ്റേ സഫീറിൻ്റെ തട്ടുകട, മറ്റേ സൗദാബി തട്ടുകട. ഇങ്ങനെ എന്നിട്ട് പെണ്ണിനെ ആദ്യത്തെ ദിവസം തന്നെ ഓനെ കൊണ്ടൊരു പച്ച ബെൽറ്റും ഒരു തലീക്കെട്ടൊക്കെ കെട്ടിച്ച് പെണ്ണിനെ ഒരു പഴയ താത്താൻ്റെ പെങ്കുപ്പായവും, എന്താണ് നമ്മുടെ നാട്ടിലൊക്കെ മലപ്പുറത്തൊക്കെ പറയുന്ന മാതിരി ആ വെള്ളക്കാച്ചി തുണിയും ഒരഞ്ഞാണൊക്കെ ചുറ്റി പ്രത്യേക മോഡലിൽ ആ തട്ടൊക്കെ നെടിയിച്ചിട്ട് ഇവരെന്ത് ചെയ്യണം, അവിടെ ഒരു തട്ടുകട റെഡിയാക്കിയിട്ടുണ്ടാവും. എന്നിട്ട് അവിടെ കുടുംബങ്ങളൊക്കെ കൂടി ആണും പെണ്ണും പോയി എന്നിട്ട് ഇവനെ കൊണ്ട് ഓംലെറ്റ് ചൊടിക്കുക, ചായ ഉണ്ടാക്കിക്കുക, എന്നിട്ട് അതിങ്ങനെ കുടിക്കുക. എന്നിട്ട് ഇപ്പോൾ അതാണ് പുതിയ ട്രെൻഡ്. എന്ത്? പുതിയാപ്പള തട്ടുകട. എത്ര ആയിരങ്ങൾ അതിനൊക്കെ വേണ്ടി പഠിക്കുന്നത്. ആണും പെണ്ണും വളരെ മിങ്കിൾ ചെയ്ത് സ്റ്റേജിൽ എല്ലാ തോന്നിവാസങ്ങളും എത്രായിരമാണ് ചെലവഴിക്കുന്നത്. ഏതൊക്കെ വിധത്തിലുള്ള കാര്യങ്ങളാണ് ചെയ്തു കൂട്ടുന്നത്. ഉള്ളോനിക്ക് ചെയ്യാനും അത് അവനിക്ക് തന്നെ ഹറാമ്. അല്ലാത്തവനോ കടം വാങ്ങിയിട്ടാണ് ചെയ്യണത്. കടം വാങ്ങിയിട്ട് ചെയ്യാണ്, ലോൺ എടുത്ത് ചെയ്യാണ്. മശ്റൂ അല്ലാത്ത അള്ളാഹു അനുവദിച്ചിട്ടുള്ള വിഷയത്തിൽ ഒരാൾ കടം വാങ്ങൽ ഒരാൾക്ക് ഹലാലാകുന്നതിൻ്റെ മൂന്നാമത്തെ നിബന്ധനയാണ് ഞാൻ പറയുന്നത്. അൻ യകൂന ഫീ അംരിൻ മശ്റൂഇൻ, ശറഇൽ അനുവദിക്കപ്പെട്ട കാര്യത്തിന് വേണ്ടി മാത്രമായിരിക്കണം കടം വാങ്ങുന്നത്. അല്ലെങ്കിൽ അവൻ്റെ കടം വാങ്ങൽ തന്നെ എന്താണ്? ഹറാമാണ്. ആലോചിച്ച് നോക്കും, അത്രത്തോളം ഗുരുതരാണ്. ഓരോരുത്തരും ഇങ്ങനെ ആലോചിച്ചാൽ മതി, ഞാനങ്ങനെ കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഏത് വിഷയത്തിലാണ് എന്നൊക്കെ ഓരോരുത്തരും ചിന്തിക്കാം. ഇനി അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരാൾക്ക് അങ്ങനെ വീട്ടാൻ സാധിച്ചില്ല, എളുപ്പം എന്താ ചെയ്യുക? അള്ളാഹ് നീതിമാനല്ലേ. അവിടെ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അഖദ അംവാലൻ നാസ്, ആരെങ്കിലും ജനങ്ങളുടെ സമ്പത്ത് കൈപ്പറ്റിയാൽ, ജനങ്ങളിൽ നിന്ന് കാശ് കടം വാങ്ങിയാൽ, യുരീദു അദാഅഹാ, ആത്മാർത്ഥമായും അത് കൊടുക്കുമെന്ന് ഉദ്ദേശിച്ചിട്ട് തന്നെയായിരുന്നു ഒരാൾ വാങ്ങിയതെങ്കിൽ, പക്ഷേ അയാൾക്കത് കൊടുക്കാൻ പറ്റിയില്ല, അദ്ദല്ലാഹു അൻഹു, അത് അള്ളാഹ് വീട്ടിക്കോളും. ഒരാൾ അങ്ങനെ ആത്മാർത്ഥമായിട്ട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അവനക്കത് വീട്ടാനുള്ള തൗഫീഖ് അള്ളാഹ് കൊടുക്കും. നീ അഥവാ കൊടുത്തില്ലേ, കുറ്റക്കാരനാവില്ല. കാരണം എന്താ വെച്ചാൽ അവൻ്റെ കഴിവുകേടാണത്, എനിക്കത് കഴിയാഞ്ഞിട്ടാണ്. അത്തരം ഘട്ടങ്ങൾ അതൊക്കെ വളരെ അങ്ങേയറ്റത്തെ അവസ്ഥയാണ് പറയുന്നത് കേട്ടോ. അതേ അവസരത്തിൽ അങ്ങനെ വാങ്ങാം. ആദ്യമൊക്കെ ഒരു 15,000 വാങ്ങി, 1-ാം തീയതി തരാമെന്ന് പറഞ്ഞു. 30-ാം തീയതി തന്നെ അങ്ങോട്ട് വിളിച്ചിട്ട് കൊടുത്തു. ഏത്? ഈ 15,000. രണ്ടാമത്തെ ഘട്ടം കടം വാങ്ങി, 25 വാങ്ങിയത്. 25-ാം തീയതി തരാമെന്നും പറഞ്ഞു. 25-ാം തീയതി കൊണ്ടേ കൊടുത്തു, 25 കൊടുത്തു. മൂന്നാമത് വാങ്ങിയത് 5 ലക്ഷം. ബൈക്ക് പിന്നവനില്ല. ഇങ്ങനെയുണ്ട് കുറേ വിളവന്മാർ. ആദ്യം നമ്മൾ വിശ്വാസം പിടിച്ചു പറ്റും. എന്താല്ലേ മൂപ്പര്, ഞാൻ 1-ാം തീയതി തന്നാൽ മതി ഇത് പറഞ്ഞതാ, പക്ഷെ 30-ാം തീയതി ആയപ്പോൾക്ക് മൂപ്പർക്ക് ഉറക്ക് കിട്ടിയിട്ടില്ല. എന്നെ വിളിച്ചു, ഇതട്ടോ പൈസ റെഡി ആട്ടോ, ഗൂഗിൾ പേ എത്ര അല്ലെങ്കിൽ ആപ്പിൾ പേ എത്ര അയക്കാട്ടോ. എന്ത് കൃത്യമല്ലേ. എനിക്ക് അയാളെ പറ്റി ഞാൻ മാർക്കിട്ടു, 100 മാർക്ക്. പിന്നെ അടുത്ത വീണ്ടും അയാൾ കടം ചോദിച്ചു. അപ്പോൾ സംഖ്യ ഒന്നുകൂടി കൂട്ടി 25. നേരിയൊരു പേടി എനിക്കുണ്ടായിരുന്നു, 25ഒക്കെ ആകുമ്പോൾ തരുമോ?
ഒരു പ്രശ്നമല്ല, മൂപ്പര് 25-ാം തീയതി പറഞ്ഞത്. അത് പിന്നെ 24-ാം തീയതി ഒന്നും വിളിച്ചില്ല, 25-ാം തീയതി കൃത്യമായിട്ട് തന്നു. ആള് ശുദ്ധനാ. പിന്നെ വാങ്ങിയത് 5ആണ്. അപ്പം വിചാരിച്ചു കൊടുക്കാമല്ലോ, ധൈര്യമായിട്ട് കൊടുക്കാമല്ലോ, കാരണം ഇതിപ്പോൾ വലിയ കൂലിട്ടുന്ന സംഗതിയല്ലേ. പിന്നെ വൈക്കില്ല, പിന്നെ ഫോൺ വിളിച്ചാൽ ഫോൺ ഓഫ്, സ്വിച്ച് ഓഫ്. പിന്നെ അയാൾ ഒരു വൈക്കും കാണാനില്ല, പിന്നെ അയാളെ എവിടെ തെരഞ്ഞാലും കാണാനില്ല. അങ്ങനെ അയാളോട് ഇനി അഥവാ കിട്ടിയാലോ നേരത്തെ പറഞ്ഞ എല്ലാ നുണയും പറയും. കണ്ടോ, ഇതാ ഹദ്ദസ കദബ, അവൻ സംസാരിക്കും, നുണ പറയും. വഅദ, അവൻ പല വാഗ്ദത്തങ്ങൾ മാറ്റി 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 പറയും. ഫഖലഫ, അതൊക്കെ ലംഘിക്കും. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത്, വാങ്ങരുത്, കടം വാങ്ങരുത്. പുറത്ത് കടം കൊടുക്കാനുള്ള പ്രോത്സാഹനം ഒരുപാട് ആയത്തെ ഹദീസിലൂടെ. അതിന് നേരെ പുറത്ത് എന്തും പറയാണ്, വാങ്ങരുത് കേട്ടോ, വാങ്ങരുതേ, വാങ്ങിയ പൊട്ടുപോകും, തൻ്റെ ആഖിറത്തിൻ്റെ പ്രശ്നമാണ്. സ്വർഗം ഉറപ്പുള്ള ഷഹീദിൻ്റെ കാര്യത്തിൽ പോലും ഇങ്ങനെയാണ് നിയമം, വാങ്ങിപ്പോകരുതേ, ശരീരം നരകത്തുനിന്ന് രക്ഷപ്പെടൂലട്ടോ എന്നിങ്ങനെ ഗൗരവത്തോടുകൂടെ മറ്റേ ഭാഗത്തും പറഞ്ഞു കൊടുക്കുകയാണ്. രണ്ടും പറയണമല്ലോ, എങ്കിലല്ലേ ഈ വിഷയത്തിലുള്ള സുതാര്യമായൊരു നിലപാടിലേക്ക് ജനങ്ങൾ എത്തിച്ചേരുകയുള്ളൂ. അതുകൊണ്ട് ആ രണ്ട് വിഷയവും ഒരേ ഗൗരവത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയും അള്ളാഹുവിൻ്റെ റസൂലും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഇതോടൊപ്പം ഇസ്ലാം എന്ത് പറഞ്ഞു? നിങ്ങൾ കടം വാങ്ങിയോ, കടം വാങ്ങിയാലും ഇല്ലെങ്കിലൊക്കെ ജീവിതത്തിൽ ദുആ ഇങ്ങനെ അധികരിപ്പിച്ചുകൊണ്ടിരിക്കണം, ദുആ അധികരിപ്പിച്ചുകൊണ്ടേയിരിക്കണം. അള്ളാഹുവിൻ്റെ റസൂൽ ഞാൻ പറഞ്ഞില്ലേ, നബിതങ്ങളും കടം വാങ്ങിയിട്ടുണ്ട്, കടം വാങ്ങിയ സമയത്ത് തിരിച്ചു കൊടുത്തിട്ടുണ്ട്, സമയത്ത് തിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി കടം വാങ്ങിയാൽ തിരിച്ചു കൊടുക്കുന്നതിനെ പറ്റി ഇസ്ലാം എന്താ പറഞ്ഞത്? അവിടെ ഒരു നിബന്ധന പറഞ്ഞു, കുല്ലു ഖർളിൻ, അവിടെ ഒരു പൊതു തത്വമാണ്. ഏതൊരു വായ്പയാകട്ടെ, കടം കൊടുക്കലാവട്ടെ, ജറ, അതിലൂടെ തിരിച്ച് ഞാൻ ആഗ്രഹിക്കുന്നു, മൻഫഅതൻ, ഒരു ഉപകാരം ഞാൻ തിരിച്ചു പ്രതീക്ഷിക്കുന്നുവെങ്കിൽ ഫഹുവ റിബ, അത് പലിശയാണ്, അത് പലിശയാണ്. അത് ഞാൻ പറഞ്ഞോളണമെന്നൊന്നുമില്ല, ഞാൻ പറഞ്ഞിട്ടാണെങ്കിൽ എന്തായാലും പലിശയാണ്. ഇനി അതല്ല, ഞാൻ കടം കൊടുക്കുന്നത് എനിക്ക് വേറൊരു ലക്ഷ്യമുണ്ട്, ഞാൻ അവൻ എന്നോട് കടം ചോദിക്കുന്നു, 1 ലക്ഷം ചോദിക്കുന്നു, ആ 1 ലക്ഷം കൊടുത്താൽ എനിക്കതുകൊണ്ട് വേറെ ചില ലക്ഷ്യങ്ങൾ ഞാൻ കാണുന്നുണ്ട്. ആ പൈസ തിരിച്ചിട്ടൽ മാത്രമല്ല, അവനിലൂടെ എനിക്ക് വേറെ ചിലത് നേടാനുണ്ടോ? ഞാൻ ഒരാൾക്ക് വായ്പ കൊടുത്തതിലൂടെ ഞാൻ വല്ല നേട്ടവും വേറെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, പരലോക കോടതിയിൽ എനിക്ക് കിട്ടാവുന്ന നേട്ടത്തിനപ്പുറം ഞാൻ മറ്റു വല്ല നേട്ടങ്ങളും ഈ സംഖ്യക്കപ്പുറം വേറെ ഏതെങ്കിലും വിധത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ പലിശയാണ്, അതൊക്കെ പലിശയുടെ ഇനത്തിലാണ് വരിക. അതേ അവസരത്തിൽ അള്ളാഹിൻ്റെ റസൂല് ഒരിക്കൽ എന്തു ചെയ്തു? ഒരാളിൽ നിന്ന് കടം വാങ്ങി, കടം വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കുന്ന നേരത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാങ്ങിയ വസ്തുവിനേക്കാൾ മുന്തിയ സാധനം ഉള്ളൂ, വാങ്ങിയ സാധനത്തിനേക്കാൾ മുന്തിയ സാധനം കൊടുക്കുന്ന നേരത്തുള്ളൂ. സഹാബികൾ പറഞ്ഞു, നബിയെ ഇത് കൊടുക്കേണ്ടതില്ലല്ലോ, നിങ്ങൾ വാങ്ങിയതല്ലല്ലോ. അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞു, കൊടുത്തേക്ക്. എന്നിട്ട് പറഞ്ഞു, ആരെങ്കിലും കടം വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കുമ്പോൾ കൂടുതൽ കൊടുക്കുക, അത് വലിയ പുണ്യകർമ്മമാണ് എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ഞാൻ ഒരാൾക്കൊരു കുടുങ്ങിയ സംഗതിക്ക് ഒരാളോട് ഞാൻ 2 ലക്ഷം റുപ്യ വാങ്ങി, അങ്ങനെ 2 ലക്ഷം രൂപ എനിക്ക് അയാൾ തന്നു, ഞാൻ അയാൾ എനിക്ക് അവധിയൊക്കെ തന്നു. അങ്ങനെ അയാൾ എനിക്ക് തന്ന ആ ഒരു സംഖ്യ ഉപയോഗപ്പെടുത്തിയിട്ട് എനിക്ക് ജീവിതത്തിൽ ഒരുപാട് ഹൈറുകളുണ്ടായി, ഒരുപക്ഷെ എൻ്റെ ബിസിനസ് മെച്ചപ്പെട്ടുണ്ടാവും, അല്ലെങ്കിൽ എൻ്റെ ഒരുപാട് പ്രതിസന്ധികൾ മാറി. അങ്ങനെ ഞാൻ ആ സമയത്ത് അയാൾക്ക് തിരിച്ചു കൊടുക്കുമ്പോൾ എൻ്റെ ഒരു സന്തോഷത്തിന്, അയാൾ എന്നോട് സൂചനയിൽ കൂടെ പോലും പറഞ്ഞിട്ടില്ല, അങ്ങനെയുള്ള ഒരു വ്യക്തിയുമല്ല അയാൾ, അങ്ങനത്തെ ഒരാൾക്ക് ഞാൻ കടം തിരിച്ചു കൊടുക്കുമ്പോൾ 2 ലക്ഷം കൊടുക്കുമ്പോൾ കൂടെ ഒരു 5000 അല്ലെങ്കിൽ ഒരു 10000 കൂടി കൊടുക്കുകയാണെങ്കിൽ വലിയ പുണ്യകർമ്മമാണ്, ഇതാണ് സുന്നത്താണ്. അപ്പോൾ പലിശയാവൂലേ? ഇല്ല, അത് പലിശയാവില്ല, അത് പലിശയാവില്ല. പലിശയാവണമെങ്കിൽ അയാൾ കടം വാങ്ങുമ്പോൾ എന്നോട് ഡിമാൻഡ് വെക്കണം, നിങ്ങൾ തരുമ്പോൾ 100 വാങ്ങി 110 തരണം. ഡിമാൻഡ് വെക്കുന്നതെന്തും പലിശയാണ്. അതേ അവസരത്തിൽ അയാൾ ആഗ്രഹിച്ചിട്ടില്ല, ഞാൻ എൻ്റെ സന്തോഷം, എൻ്റെ തൃപ്തി കൊണ്ട് ഒരാൾ എന്നെ സഹായിച്ചതാണ്, ആ സഹായിച്ചതിലുള്ള എൻ്റെ സന്തോഷം കൊണ്ട് ഞാൻ അയാൾ എനിക്ക് നൽകിയ സംഖ്യയേക്കാൾ കൂടുതൽ കൊടുക്കുന്നുവെങ്കിൽ അത് സുന്നത്താണ്, അത് നന്മയാണ്, പുണ്യമാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ സമൂഹത്തിൽ ഇത് നിലനിന്നു പോകാനുള്ള ഹിക്മത്തുകളും കൂടി അതിൽ അള്ളാഹുവിൻ്റെ റസൂൽ കണ്ടിട്ടുണ്ടാവില്ലേ? എന്താ ഈ സമൂഹത്തിൽ പലപ്പോഴും കടം ചോദിക്കുമ്പോൾ ആളുകൾക്ക് കിട്ടാത്തത് തന്നെ സമയത്ത് കൊടുക്കില്ല, നീട്ടി ഇങ്ങനെ ബുദ്ധിമുട്ടിക്കും. അപ്പോൾ ഉള്ളവരും പിന്നെ കൊടുക്കാൻ എന്താവും? പേടിയാവും. ആകെ എൻ്റെ അടുത്തുള്ളത് ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് കിട്ടുമോ? ഞാൻ നേരത്തെ പറഞ്ഞതാണ് പ്രശ്നം, ഉള്ള ബന്ധവും മുറിയും, പൈസയും കിട്ടൂല, പിന്നെ കണ്ടാൽ ദേഷ്യമായി, നമ്മളെന്തോ അവൻ്റെ അടുത്തുനിന്ന് വല്ലതും ഇങ്ങോട്ട് വാങ്ങിയതുപോലെയാണ് നമ്മൾ അങ്ങോട്ട് കൊടുത്ത മുതൽ തിരിച്ചു ചോദിക്കുമ്പോൾ. ഇങ്ങനെയൊക്കെയുള്ള ഘട്ടങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ട് എത്രയാണ് ഇസ്ലാം ആ വിഷയത്തിൽ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. നമ്മൾ കിടന്നുറങ്ങുന്ന നേരത്ത്, ഉറങ്ങുന്ന നേരത്ത് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ദിക്റിൽ വരെ നമ്മൾ ഇമാം മുസ്ലിമൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസിൽ കാണാം, اللهم رب السماوات ورب الأرض ورب العرش العظيم ربنا ورب كل شيء فارق الحب والنوى ومنزل التوراة والإنجيل والفرقان أعوذ بك من شر كل شيء أنت آخذ بناصيته اللهم أنت الأول فليس قبلك شيء وأنت الآخر فليس بعدك شيء وأنت الظاهر فليس فوقك شيء وأنت الباطن فليس دونك شيء. ഇത് നീണ്ടൊരു ദുആട്ടോ, ഇതിൻ്റെ അവസാനം കേട്ടോളി. ഇഖ്ളി അന്നദ്ദൈൻ, അല്ലാഹ് എൻ്റെ കടം വീട്ടി തരണേ. വഅഗ്നിനാ മിനൽ ഫഖ്രി, ദാരിദ്ര്യത്തിൽ നിന്ന് നീ എനിക്ക് ഐശ്വര്യം, ഞങ്ങൾക്ക് ഐശ്വര്യം തരണേ.
ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങാൻ കിടക്കുന്ന നേരത്ത് വലതു ഭാഗത്തേക്ക് ചെരിഞ്ഞാൻ കിടന്നിട്ട് പറഞ്ഞിരുന്ന ദുആയാണ്. നീണ്ട ദുആയാണ്, വിശദീകരിക്കാൻ നേരമില്ല. പക്ഷേ അവസാന ഭാഗം എന്താ? അള്ളാഹിനെ പുകഴ്ത്തി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട് ചോദിച്ച കാര്യം എന്താണെന്നറിയോ? ഇഖ്ളി അന്ന ദൈന, കടം വീട്ടി തരണേ. കടം കൊണ്ട് വലഞ്ഞിക്കണല്ലോ, കടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ, ദാരിദ്ര്യത്തിൽ നിന്ന് എന്നെ കരകയറ്റണേ, വഅഗ്നിനാ മിനൽ ഫഖ്രി, ദാരിദ്ര്യത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ. ആനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം പ്രാർത്ഥനകളിൽ കാണാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ റസൂല് ഒരിക്കൽ പഠിപ്പിച്ചു കൊടുത്തു, ഇങ്ങനെ പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. എന്ത്? ഞാൻ നിനക്കിതാ ഒരു കലിമ പഠിപ്പിച്ചു തരാം. നിനക്ക് ഏറ്റവും വലിയ രൂപത്തിലുള്ള കൂമ്പാരമുള്ള കടബാധ്യത നിനക്കുണ്ടെങ്കിലും അത് വീട്ടുവാൻ നിനക്ക് സാധിക്കുവാൻ ഞാൻ നിനക്കിതാ ഒരു ദുആ പഠിപ്പിച്ചു തരാം. അല്ലാഹുമ്മ ക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഗ്നിനി ബിഫളിക അമ്മൻ സിവാക്. അല്ലാഹുവേ, നിന്റെ ഹലാൽ മുഖേന നീ എനിക്ക്, ഹലാൽ കൊണ്ട് നീ എനിക്ക്, ഹറാമിലേക്ക് ഞാൻ പോകാതെ നീ എന്നെ മതിയാക്കണേ. എനിക്ക് എൻ്റെ കാര്യങ്ങൾക്ക് ഹലാലായ കാര്യങ്ങൾ കൊണ്ട് തന്നെ എനിക്ക് തികയണേ. നീ ഒരു ഹറാമിലേക്ക് പോകാൻ അവസരം ഉണ്ടാവരുതേ. വഅഗ്നിനി ബിഫളിക, നിന്റെ ഔദാര്യം കൊണ്ട് നീ എനിക്ക് ധന്യത നൽകണേ. അമ്മൻ സിവാക, നിന്നോടല്ലാതെ മറ്റൊരാളോട് ചോദിക്കേണ്ട ഒരവസ്ഥ വരാതെ അല്ലാ നീ എനിക്ക് ഐശ്വര്യം തരണേ. ഇത് അള്ളാഹിൻ്റെ റസൂൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞ പ്രാർത്ഥനയാണ്. സഹോദരങ്ങളെ, ധാരാളം പ്രാർത്ഥനകൾ ആ വിഷയത്തിലുണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനയുടെ അവസാന ഭാഗത്ത് വഅഊദു ബിക മിൻ ഗലബത്തിദ് ദൈൻ, കടക്കണിയിൽ നിന്ന്, കടം ആധിക്യത്തിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു എന്ന് കാണാൻ സാധിക്കും. ഇതേപോലെയുള്ള നിരവധി അനവധി പ്രാർത്ഥനകൾ ഒക്കെ ഈ കടത്തിൻ്റെ പ്രശ്നമാണ്. ഇപ്പം നമുക്ക് മനസ്സിലായില്ലേ എത്രത്തോളം അത് ഗൗരവമാണ്. അതുകൊണ്ടാണ് ഈ ഹദീസിലേക്ക് നമുക്ക് മടങ്ങാം. ഞാൻ വായിച്ച ഒറ്റ ഹദീസ്, അതിലെന്താ പറഞ്ഞത്? അഥവാ കടം വാങ്ങിയോ നീ എന്ത് ചെയ്യണം? സമയത്ത് കൊടുത്തേക്കണം. കൊടുക്കാതെ മത്തുലുൽ ഗനിയ്യി ളുൽമുൻ, ഗനിയ്യ് കൊടുക്കാതെ ഡേറ്റ് ഇങ്ങനെ നീട്ടി 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 സ്വീപ്പാക്കുന്നത് ളുൽമാണ്, അക്രമമാണ്. പരലോക കോടതിയിൽ കടുത്ത ശിക്ഷ നേരിടേണ്ടി വരും. നരകമാണ് കാത്തിരിക്കുന്നത്. അതേ അവസരത്തിൽ ആരെങ്കിലും എന്തു ചെയ്തു? മറ്റൊരാളിലേക്ക് അവനെ ചൂണ്ടിക്കാണിച്ചാൽ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നിനക്ക് തരാനുള്ള സംഖ്യ നീ എൻ്റെ ഇന്നയാളിൽ നിന്ന് വാങ്ങിക്കോളൂ എന്ന് ഞാൻ ഒരാളിലേക്ക് ചൂണ്ടിയാൽ ഞാൻ അയാളുടെ അടുക്കൽ പോയിട്ട് അത് സ്വീകരിക്കുന്നതിന് അമാന്തം കാണിക്കരുത്. അതെനിക്കൊരു പുണ്യകർമ്മമാണ്. അതേ അവസരത്തിൽ എനിക്കത് നിരസിക്കാം. എപ്പോൾ? അയാൾ ഇതിനേക്കാണോ സ്വീപ്പാക്കുന്ന ആൾ അവിടെ പോയി ചോദിച്ചാൽ അയാൾ ഇതിനേക്കാണോ വട്ടം കറക്കും. അങ്ങനത്തെ ഒരാളെടുത്തേക്ക് ഇയാൾ കേസ് റെഫർ ചെയ്തതെങ്കിലോ എനിക്ക് അയാളുടെ അടുത്തേക്ക് ഞാൻ പോകൂല എന്ന് പറയാം. കടിച്ചതിനേക്കാണ് വലുതാ മാളത്തിലെന്ന് വന്നാലോ പിന്നെ അയാളുടെ അടുത്തേക്ക് ഞാൻ പോകണം എന്തിനാ? അങ്ങനത്തെ ഒരാളടുത്തേക്ക് ഇയാൾ റെഫർ ചെയ്യാനും പാടില്ല. അങ്ങനെ റെഫർ ചെയ്താൽ ഇയാളോട്ട് പോകേണ്ട കാര്യവും ഇല്ല. അപ്പം നമുക്ക് പറയാം, ഞാൻ ഇടപാട് നടത്തിയിട്ടുള്ളത് നിങ്ങളിൽ നിന്നാണ്, നിങ്ങൾ എനിക്ക് ആ കാശ് തരണം എന്ന് പറയാം. അല്ലെങ്കിൽ പറയരുത്. അപ്പോൾ അയാളുടെ അടുത്ത് നിന്ന് പോയാലും കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ തരണമെന്ന് വാശി പിടിക്കരുത്. അത് നിങ്ങൾ അയാളുടെ അടുത്ത് പോയി വാങ്ങുന്നത് നിങ്ങൾക്കത് ഹൈറുണ്ട് എന്നാണ് ആ പറഞ്ഞതിൻ്റെ താല്പര്യം. ഏതായാലും സഹോദരങ്ങളെ, ഈ ഹദീസ് വളരെ പ്രാധാന്യത്തോടെ ഇന്ന് നമ്മൾ പഠിച്ച വിഷയം എന്താണ്? നമ്മുടെ നിത്യജീവിതവുമായി ഏറെ കെട്ടുപിടഞ്ഞു കിടക്കുന്ന കടം എന്ന വിഷയമാണ്. ഓരോരുത്തരും അവരവരെക്കുറിച്ച് ഗൗരവത്തോടുകൂടി ആലോചിക്കുക, ദുആ ചെയ്യുക. അങ്ങനത്തെ ഒരു ബാധ്യതയോടുകൂടെ മരിച്ചു പോകുന്ന ഒരവസ്ഥ വരാതിരിക്കാൻ റബ്ബിനോട് ദുആ അധികരിപ്പിച്ചുകൊണ്ടേയിരിക്കുക. റഹ്മാനായ റബ്ബ് സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്നും കടക്കെണികളിൽ നിന്നുമൊക്കെ നമ്മെ എല്ലാവരെയും കാത്തു രക്ഷിച്ചുകൊണ്ട് അവൻ്റെ സ്വർഗം നൽകപ്പെടുന്നവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ പാപങ്ങളും അല്ലാഹു പുറത്തു തരുമാറാകട്ടെ. നാഫിയായ ഇൽമിനെ അല്ലാഹു വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.